പ്രബോധിപ്പിക്കും എല്ലാം കർത്താവെ ഞങ്ങൾ എല്ലാവരും കർത്താവ് ബലപ്പെടുത്തുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അത്ഭുതകരമായ കർത്താവിന്റെ സാന്നിധ്യം കൂടിയിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇതിന്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണം കടന്നു വരുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ തടസ്സങ്ങളിൽ നിന്ന് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വർഷിപ്പിച്ചു ചെയ്യുന്ന ദേവദാസനെ ടീമിനെ അനുഗ്രഹിക്കണം. കർത്താവെ വചനം സംസാരിക്കുന്ന ദേവദാസനെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ ഏറ്റവും അധികമായി അനുഗ്രഹിക്കുമാറാകണം. ഏകാഗ്രതയോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അത്ഭുതം ചെയ്യണം, സഹായിക്കണം, അനുഗ്രഹിക്കുമാറാകണം. ഈ മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ഇതിന്റെ ബൗണ്ടറി, ഇതിന്റെ ഭാരവാഹികൾ എല്ലാവരെയും കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഏറ്റവും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ നാൾക്കുനാൾ കർത്താവ് ബലം പ്രാപിച്ച് മുന്നേറുവാൻ ദൈവരാജ്യത്തിന്റെ ഹല്ലേലൂയ വിസ്തൃതിക്ക് വേണ്ടി അടിയങ്ങളാവുമെണ്ണം പ്രവർത്തിക്കുവാനെല്ലാം കർത്താവെ ഈ മിനിസ്ട്രിയിൽ കൂടെ ദൈവം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നുകരങ്ങളിലേക്ക് സകല വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്കായി ജീവൻ വെച്ചപ്പോൾ യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടനാട് സ്തോത്രം ചെയ്യാം. അടുത്ത ഇന്നത്തെ വർഷിപ്പിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ വർഷിപ്പ് നയിക്കുന്നത് പാസ്റ്റർ ഷാജി അവരുടെ ടീമാണ്. ദേവദാസിനെയും ടീമിനെയും ഈ വർഷിപ്പിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ആരാധനയെ യോഗം ലീഡ് ചെയ്ത ദേവദാസൻ, ഈ ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദേവദാസന്മാർക്കും നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രാവശ്യം കൂടെ നമുക്ക് സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വരാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. പകൽക്കാലം നമ്മുടെ സഭായോഗത്തിന് ശേഷം ഈ സൂം പ്ലാറ്റ്ഫോമിൽ നമുക്ക് കടന്നു വരാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ഹല്ലേലൂയ. അല്പസമയം നമ്മൾ കർത്താവിന്റെ പാട്ടുകൾ പാടി മഹത്വപ്പെടുത്താൻ പോവുകയാണ്. സകല പ്രവാസികളും വന്നവരെ സന്തോഷത്തോടെ സംഗീതത്തോടെ അവരുടെ സന്നിധിയിൽ ഹല്ലേലൂയ എല്ലാവരും വേഗമായി കൂടിയ സന്തോഷത്തോടെ ആ നല്ലവനായ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. നിങ്ങളോട് ചേർന്ന് ഹല്ലേലൂയ നമുക്ക് ഒന്നിച്ച് കർത്താവിനെ പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പാട്ടുകാരൻ പ്രകാരം പറയുന്നു, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരി, പിരിയാൻ കഴിയില്ല എനിക്ക് പ്രിയനെ എന്റെ യേശുനാഥ. ഹല്ലേലൂയ. ഓരോ ദിവസവും കർത്താവിന്റെ സാന്നിധ്യം ഹല്ലേലൂയ. ഈ ലോകത്തിൽ അനേക മഹാമാരികളും പ്രതികൂലങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് പറയാം, എന്റെ യേശുവിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്റെ യേശുവിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. കഷ്ടങ്ങളും പ്രതികൂലങ്ങളും എന്ത് നമ്മുടെ ജീവിതത്തിൽ വരട്ടെ, എന്നാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും കഷ്ടങ്ങളൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. എന്നാൽ അനന്തരമായി നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നല്ല നന്മയുടെ വഴികളും കുറവിടങ്ങളും തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഹല്ലേലൂയ. സന്തോഷത്തോടെ ചേർന്ന് അവരികൾ ചേർന്ന് നമുക്ക് ഒന്നിച്ച് കാണാം. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ, യേശുവിന്റെ ചാരേ ചേർന്ന് ഹല്ലേലൂയ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, പിരിയാൻ കഴിയില്ല എനിക്ക്,
സന്തോഷത്തോടെ സമയം എല്ലാവരും ചരിച്ചുണ്ട് അഭിഷേകത്തോടെ എല്ലാവരും യേശുവിനായിരിക്കുന്നത് എത്ര ഭാഗ്യമാണ്. യേശുവോട് ചേർന്നിരിക്കാൻ എത്ര ഭാഗ്യമാണ്. ചേർന്ന് സന്തോഷത്തോടെ ആ പാട്ടിനെ ചേർക്കുക. യേശുവോട് ചേർന്നിരിക്കാൻ എത്ര ബോധമേ, യേശുവിനായി ജീവിക്കും ഞാൻ എത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിക്കാൻ എത്ര ബോധമേ, യേശുവിനായി ജീവിക്കും ചേർന്ന്
എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി കുരിശിലാക്കണമായി മാനവരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിയാഗമായി ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ. എന്റെ ജീവനേക്കാൾ വലിയവനാണ് അവൻ. അതിലൊന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, എന്റെ ജീവനേക്കാൾ വലിയവനാണ് സന്തോഷത്തോടെ പറയാം.
നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ കർത്താവിന് വേണ്ടി അവന്റെ സുവിശേഷകാരത്തിന് വേണ്ടി നമ്മളെ തന്നെ സന്തോഷമുള്ള ദൈവങ്ങൾ കരങ്ങളെ ഉയർത്തിച്ചാട്ടെ. ഹല്ലേലൂയ, പൂർണ്ണതയോടെ ഹല്ലേലൂയ. നല്ല സമയത്ത് അതിനെ സ്തോത്രം ലഭിക്കുന്നുണ്ടാകും. ഞങ്ങൾക്ക് ഇത്ര സഹായമാരും സ്തോത്രം ലഭിക്കുന്നുണ്ടാകും. ഞങ്ങളെ കുറിച്ച് പദ്ധതികൾ അനേക സൂക്ഷികൾ ചെയ്തെടുക്കുവാനുണ്ട്. തുടർന്ന് ഞങ്ങൾ നടക്കുന്ന ആരാധന സൂക്ഷിക്കായി സ്തോത്രം ചെയ്ത സങ്കീർത്തനങ്ങൾ ഹല്ലേലൂയ എല്ലാം മെച്ചമായി തീർക്കുവാൻ ഓരോ ദിവസവും ഞങ്ങളുടെ ആരാധന ഈ ആരാധനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായി തീർക്കണമെന്നും നല്ല സമയം തന്നെ കർത്താവിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ശക്തമായിട്ട് കർത്താവിനെ പാടി ആരാധിച്ച വർഷിപ്പ് ലീഡ് ചെയ്തതായ ദേവദാസൻ ഷാജി പാസ്റ്റർ അവരുടെ ടീമിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇനിയും നാളുകളിലും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ ദാസനെ കർത്താവ് ഉപയോഗിക്കുമാറാകട്ടെ. വളരെ ശക്തമായി ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ എല്ലാവർക്കും ഒരു സൂം മീറ്റിംഗിന് എന്നതിനൊക്കെ അതിനുപരിയായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ പാടി ആരാധിക്കുവാൻ എല്ലാവരും ദൈവം സഹായിച്ചു. തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതിന് നമുക്ക് രണ്ട് ദേവദാസന്മാർ പ്രാർത്ഥിക്കേണ്ടത്. ആദ്യം സ്റ്റീഫൻ പോൾ പാസ്റ്ററും അതുപോലെ അതിനുശേഷം ജോസഫ് ചാക്കോ പാസ്റ്ററും പ്രാർത്ഥിക്കണമാണ്. നമ്മുടെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി തുടർന്നുള്ളതായ സങ്കീർത്തന പ്രബോധനം അതുപോലെയുള്ള ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ തക്കോണം കർത്താവിന് നിറഞ്ഞ സാന്നിധ്യം അനുഭവിക്കാൻ തക്കോണം ദയവ് ചെയ്ത് രണ്ട് ദേവദാസന്മാർ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യായാമത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. സൂം മീറ്റിംഗിൽ ഒരുമിച്ച് കൂടി അങ്ങേ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ സ്തുതിക്കാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ലീഡ് ചെയ്യുന്ന നിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ നിലയിൽ ലീഡ് ചെയ്യാൻ നിന്റെ ദാസനെ സഹായിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ വർഷിപ്പ് ലീഡ് ചെയ്ത ഷൈപ്പ് പാഷൻ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യാൽ ഞങ്ങളുടെ മിനിസ്ട്രിയുടെ ഫൗണ്ടർ ചെയർമാൻ ആയിരിക്കുന്ന ഹാലലിയ തോമസ് ചെറിയാനെങ്കിലും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സകല ഒഫീഷ്യൽസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ തുടർന്ന് നടക്കുന്ന സങ്കീർത്തന പ്രബോധനം, ദൈവവചന ശുശ്രൂഷ, സാക്ഷ്യങ്ങൾ എല്ലാം അനുഗ്രഹമായി തീരണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മിനിസ്ട്രി നടക്കുന്ന സകല പ്രോഗ്രാമുകളെ അനുഗ്രഹിക്കുമാറാക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആദ്യോടെ കൃപ കൂടിയിരിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു.
തിരുമുമ്പാകെ അടുത്തു വന്നങ്ങയെ ആരാധിപ്പാൻ ഒരു സന്ദർഭം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം ശുശ്രൂഷകളിൽ തിരുമേനി അവിടുന്ന് കൃപ നൽകുന്നതിനായി സ്തുതിക്കുന്നു. വിശിഷ്യ ഇന്ന് ഈ സന്ധ്യാവേളയിൽ നടക്കുന്ന ആരാധനയുടെ വിവിധങ്ങളായ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ നിലയിലുള്ള നല്ല സംഗീത ശുശ്രൂഷ ചേർന്ന് ഞങ്ങൾക്ക് ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് നൽകി തന്നല്ലോ. തുടർന്നുള്ള സങ്കീർത്തന ഭാഗങ്ങൾക്കായി സ്തോത്രം. അതിൽ നിന്നുള്ള ദൈവവചന ചിന്തകൾക്കായി സ്തോത്രം. ശേഷം സാക്ഷ്യങ്ങളും പ്രാർത്ഥന വിഷയങ്ങളും എല്ലാം ഞങ്ങൾക്ക് ചേർന്ന് പ്രാർത്ഥിപ്പാൻ കൃപ നൽകണമേ. ഒടുവിലായി ദൈവവചനത്തിന്റെ ശക്തമേറിയ ദൂതുകൾ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ മിനിസ്ട്രിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്തൃദാസനെ കുടുംബമായി ഏൽപ്പിക്കുന്നു. അതുപോലെ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് ഒഫീഷ്യൽസ്, അതുപോലെ ഈ സൂമിലായിരിക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാർക്കായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വന്നത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമാകണമേ. ഈ ശുശ്രൂഷകളെ നിയന്ത്രിക്കുന്ന നിരദാസന കരങ്ങൾ ഉപയോഗിച്ചാട്ടെ. എല്ലാ ശുശ്രൂഷകളും ആദ്യോടെ അവസാനം തിരുമേനി ഭരിച്ചു നടത്തും. ഞങ്ങളുടെ ഈ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കും. എല്ലാം കൊണ്ട് തിരുനാമത്തെ ഉയർത്തും. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. സമയം വേഗത്തിൽ പോകുന്നില്ല. നമുക്ക് വേഗത്തിൽ ഒരു സങ്കീർത്തന ഭാഗം ധ്യാനിക്കാം. 32 സങ്കീർത്തനം, സാംസ് 32. നമുക്ക് വചനം ഞാൻ ആദ്യം വായിക്കാം, അതിനുശേഷം നമുക്ക് ധ്യാനിക്കാം. 32 സങ്കീർത്തനം വായിക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെയിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ പറ്റിപ്പോയി. ഞാൻ എന്റെ പാപം നിന്നോടറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇതു നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസകോശം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതിയെയും പോലെയാകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുകയില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പിൻ. ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ച് ഉല്ലസിപ്പീൻ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ സന്ധ്യാവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സൂം മീറ്റിംഗ് ആയിട്ട് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുവാൻ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രെയർ മീറ്റിങ്ങിനോടനുബന്ധിച്ച് ശ്രേഷ്ഠ ദൈവദാസന്മാർ, അതിന്റെ ചെയർമാൻ, പ്രസിഡന്റ്, ചെയർമാൻ, അതുപോലെ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അതിന്റെ ഭാരവാഹികൾ, അതുപോലെ ഇതിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ നിഷ്പത്തിയുമായിരിക്കുന്ന കർത്തവ്യം സംഗീതത്തിന്റെ പ്രബോധനമാണല്ലോ. നമുക്ക് ഈ വചനത്തെ, ഈ സങ്കീർത്തനത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇതിന്റെ ആമുഖത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കും, ദാവീദിന്റെ ഒരു ധ്യാനം എന്ന്. ദാവീദ് എഴുതിയ സങ്കീർത്തനം എന്ന് വളരെ വ്യക്തമായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ കാലക്രമം, ഇതിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ വേദപണ്ഡിതന്മാർ പറയുന്നത്, അതായത് 51 സങ്കീർത്തനം ദാവീദ് ബത്ശേബയോടൊപ്പം പാപം ചെയ്തതിനു ശേഷം തന്റെ ജീവിതത്തിൽ ചെയ്തതായ പാപത്തെക്കുറിച്ച് നാഥാൻ പ്രവാചകൻ വെളിപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിന് വലിയ അനുതാപം ഉണ്ടാവുകയും താൻ ചെയ്തതായ പാപത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുകയും ചെയ്തതിനു ശേഷം അദ്ദേഹം തന്റെ ഹൃദയത്തിൽ ഒരു തീരുമാനം എടുക്കുവാനിടയായി. അത് 51 സങ്കീർത്തനം 13 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴി ഉപദേശിക്കുകയും പാപികൾ നിങ്കലേക്ക് മനം തിരിയുകയും ചെയ്യും. വലിയൊരു അനുതാപത്തിന് ശേഷം, വലിയൊരു തീരുമാനത്തിന് ശേഷം, താൻ ജീവിതത്തിൽ ചെയ്തതായ വലിയ അകൃത്യം, അതിന്റെ പാപത്തിന്റെ ഭാരം എല്ലാം അനുഭവിച്ചതിന് ശേഷം അദ്ദേഹം കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതിന് ശേഷം ഹൃദയത്തിൽ വലിയൊരു തീരുമാനം എടുത്ത ശേഷം പറയുകയാണ്,
ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴി ഉപദേശിക്കുകയും പാപികൾ നിങ്കലേക്ക് മനം തിരികുകയും ചെയ്യും. അങ്ങനെ ഹൃദയത്തിലെടുത്തതായ വലിയ ഒരു തീരുമാനത്തിന് ശേഷം, തീരുമാനാനന്തരം അദ്ദേഹം രചിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തനമായിട്ട് ഇത് വേദപണ്ഡിതന്മാർ ഇതിനെ കണക്കാക്കുന്നു. ഇതിന്റെ 1-2 വാക്യങ്ങൾ പാപക്ഷമ ലഭിച്ചതിന്റെ ഭാഗ്യ പദവിയെക്കുറിച്ച് പറയുന്നു. അതുപോലെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദിന്റെ വ്യക്തിപരമായ ഏറ്റുപറച്ചിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 6-7 വാക്യങ്ങളിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായ ഉപദേശത്തെക്കുറിച്ച് കാണുവാൻ കഴിയും. 8-9 വാക്യങ്ങളിൽ പാപക്ഷമ ലഭിച്ചവനോടുള്ള ദൈവത്തിന്റെ ശബ്ദത്തെക്കുറിച്ച് നമുക്ക് കേൾക്കുവാൻ കഴിയും. 10-11 വാക്യങ്ങളിൽ ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച്, വ്യത്യാസത്തെക്കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയും. വളരെ ശ്രേഷ്ഠമായ ഒരു സങ്കീർത്തനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനെ കുറിച്ച്. ഭാഗ്യവൻ എന്ന് പറയുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദാവീദിന്റെ കാഴ്ചപ്പാടിൽ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ആത്മീയ ഗോളത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചതായ ഏറ്റവും വലിയ ഭാഗ്യ പദവിയാണ് നമ്മുടെ ജീവിതത്തിലെ ലംഘനങ്ങളെ ക്ഷമിച്ചു കിട്ടി എന്നുള്ളതായ ഭാഗ്യ പദവി. നമുക്കറിയാം, നമ്മെ രക്ഷിക്കുവാനായിട്ട്, സകല മാനവരാശിയും രക്ഷിക്കുവാനായിട്ട് കാൽവറി ക്രൂശിൽ ഹല്ലേലൂയ തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തതായ കർത്താവ് നമ്മുടെ പാപക്ഷമയ്ക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിലെ അകൃത്യ ഭാരത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടി ചെയ്തതായ രക്ഷയുടെ പ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് ലഭിച്ചതായ ഭാഗ്യ പദവിയാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. ഹല്ലേലൂയ. നമ്മുടെ ലംഘനങ്ങൾ ക്ഷമിക്കപ്പെട്ടു. എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഹല്ലേലൂയ ഉണ്ടായിരുന്നതായ സകല പാപത്തിനും ക്ഷമ ലഭിച്ചിരിക്കുന്നു. ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ സകല അകൃത്യങ്ങളും കാൽവരി ക്രൂശിൽ കർത്താവ് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. താൻ ചെയ്തതായ ആ യാഗത്തിൽ കൂടി, ബലിയാഗത്തിൽ കൂടി തന്റെ പ്രാണനെ കൊടുത്തുകൊണ്ട്, പകരം പ്രാണനെ കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ കുഞ്ഞാടിന്റെ രക്തത്തെ ഏൽപ്പിച്ചു കൊടുത്ത് ചെയ്തതായ യാഗത്തിൽ കൂടി സകല പാപങ്ങളും മായ്ക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഇന്ന് ഇരിക്കുന്നതായ ഞാനും നിങ്ങളുമാണ് ഏറ്റവും ശ്രേഷ്ഠരായവർ, ഭാഗ്യ പദവിയുള്ളവർ. ഹല്ലേലൂയ. നമ്മൾ അനുഭവിക്കുന്നതായ, നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഭാഗ്യ പദവിയുടെ അർത്ഥം, ആഴം എത്ര വലുതാണെന്ന് നമ്മൾ എത്ര ആലോചിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. കാരണം നമ്മെക്കുറിച്ച്, നമ്മെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ദൈവത്തോടൊപ്പം ഇരുത്തുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതായ ഒരു പാപക്ഷമയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നലെ വരെ കഴിഞ്ഞ നാളുകളിൽ വരെ രക്ഷിക്കപ്പെടാത്ത നാളുകളിൽ ആടുകളെ, നമുക്കറിയാം, നരകത്തിന്റെ ആടുകളായി, പിശാചിന്റെ ആടുകളായി മേയ്ക്കപ്പെട്ടിരുന്നതായ നമ്മളെ കർത്താവ് സ്വർഗത്തിലേക്ക് കയറ്റുവാൻ തക്കവണ്ണം നമുക്ക് ഭാഗ്യ പദവി നമ്മുടെ മേൽ അവകാശമായി തന്നിരിക്കുന്നതായ ഒരു ക്ഷമയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവിടുത്തെ വാക്യം കാണാൻ കഴിയുന്നു. അതിന്റെ 3-4 വാക്യങ്ങളില് പാപഭാരം ചുമക്കുന്നവന്റെ വേദനയെ കുറിച്ച് കാണുവാൻ കഴിയും. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ, ദൈവത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ താൻ അനുഭവിക്കുന്നതായ വേദനയുടെ ഭാരം എത്ര വലുതാണെന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ പറയുന്നു: ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മജ്ജ വേനൽക്കാലത്തിൽ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. പാപത്തിലായിരുന്ന സമയത്ത് എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ആ പാപഭാരം എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. എനിക്ക് രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. അതുപോലെ എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ആ പാപബോധത്തിന്റെ ഭാരം എത്ര വലുതാണെന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. ഈ നാളുകളിൽ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മളും ഒരു കാലത്ത് ഈ പാപത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് ഈ പാപഭാരത്തിന്റെ ഈ വേദനയും ഈ ഞരക്കവും ഈ കഷ്ടതയും എല്ലാം അനുഭവിച്ച് കടന്നു വന്നതിന് ശേഷമാണ് ഈ പാപം ഞാൻ എവിടെ ഇറക്കി വെക്കും, ആരുണ്ട് എനിക്ക് വേണ്ടി എന്റെ പാപം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ എനിക്ക് ക്ഷമ നൽകുവാൻ എവിടെയുണ്ട്, ആരുണ്ട് ഈ ലോകത്തിൽ എന്ന് അന്വേഷിച്ചതായ സമയത്താണ് ഹല്ലേലൂയ നമ്മുടെ പാപത്തെ വീണ്ടെടുത്ത്, നമ്മുടെ പാപത്തെ ചുമന്ന് സകല അകൃത്യങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിച്ചതായ കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടുവാനിടയായത്. ഹല്ലേലൂയ. അവിടെ നമ്മുടെ പാപങ്ങൾ സകലതും മായ്ക്കപ്പെടുവാനിടയായി. നമ്മുടെ പാപങ്ങൾ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് നമ്മൾ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൽപ്പന അനുസരിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ വലിയ രക്ഷ കടന്നു വരുവാനിടയായി. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ സമാധാനമുണ്ടല്ലോ, ആ രക്ഷയുടെ സമാധാനമുണ്ടല്ലോ, അത് വിളിച്ചു പറയുകയാണ് ഞാനും നിങ്ങളുമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണെന്ന്. ഹല്ലേലൂയ. ഇന്ന് ആരാധിച്ചു
പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ കർത്താവിന്റെ സന്നിധിയിലായി ആയിരിക്കുന്ന നിങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടായിരിക്കാം, കഷ്ടതകളും ഞെരുക്കങ്ങളും കടഭാരങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്നാലും ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിട്ട്, ഏറ്റവും വിലയേറിയ വ്യക്തിയാക്കി എന്നെ നിങ്ങളെ മാറ്റിയ കർത്താവ് നമ്മോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സകല പാപങ്ങളെയും നീക്കി, നമ്മെ ശുദ്ധീകരിച്ച്, നമ്മുടെ അകൃത്യങ്ങളെ നീക്കി, നമുക്ക് പാപക്ഷമ നൽകി, ഇവൻ എൻ്റെ മകനാണ്, എൻ്റെ മകളാണെന്ന് ഹല്ലേലൂയ എന്ന പദവിയിലേക്ക് നമ്മെ ചേർത്ത് നിർത്തിയിരിക്കുന്ന കർത്താവിനോടൊപ്പമുള്ള വാസമാണ് ഏറ്റവും ഭാഗ്യം നിറഞ്ഞതായ വാസം. ഹല്ലേലൂയ. നമുക്ക് വളരെ സമയം കുറവായിരുന്നു. നമുക്ക് എല്ലാ വചനങ്ങളും ധ്യാനിക്കാനുള്ള സമയം നമുക്ക് പരിമിതമാണല്ലോ. ഹല്ലേലൂയ. അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയും, അതിന്റെ ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. ഹല്ലേലൂയ. തന്റെ ജീവിതത്തിൽ താൻ ചെയ്തതായ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതായ, ശുദ്ധീകരണം പ്രാപിച്ചതായ ഒരു വ്യക്തിയെക്കുറിച്ച്, അതായത് ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതായ, ഇന്നലെ വരെ അവന്റെ ജീവിതത്തിൽ പാപമെന്ന വലിയ തടസ്സമുണ്ടായിരുന്നു. എന്നാൽ തന്റെ പാപം ദൈവത്തോട് അറിയിച്ചതിന് ശേഷം ദാവീദിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി ആയിരുന്ന വ്യക്തിയായിരുന്നു. അവന്റെ പാപം ദൈവത്തോട് അറിയിച്ചതിന് ശേഷം അവൻ പറയുകയാണ്, ഇനിയും എനിക്ക് ഭയപ്പെടുവാനൊന്നുമില്ല. എന്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും ഇന്നലെ വരെ എന്നെ അകറ്റിയിരുന്നതായ പാപമെന്ന വലിയ തടസ്സം, പാപമെന്ന കടും ചുവപ്പ് എന്നെ വിട്ടു മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് എന്റെ പ്രാർത്ഥനയുടെ ഹല്ലേലൂയ സ്വരം ദൈവ സന്നിധിയിൽ എത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇന്നലെ വരെ എന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരുന്ന പാപമെന്ന വലിയ തടസ്സം മാറിപ്പോയിരിക്കുകയാണ്. ആ പാപമെന്ന വലിയ മതിൽ മാറിപ്പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് വിശ്വാസത്തോടെ പറയുകയാണ് ആ ഭക്തൻ. അവൻ ഏറ്റുപറഞ്ഞതിന് ശേഷം, ആ ദൈവികമായ സമാധാനം പ്രാപിച്ചതിന് ശേഷം, തന്റെ ജീവിതത്തിലെ ക്രമീകരണം ചെയ്തതിന് ശേഷം പറയുകയാണ്, ഹല്ലേലൂയ, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. ഹല്ലേലൂയ. വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് ദൈവസന്നിധി, ദൈവത്തിന്റെ മകനായ മകളായ എന്നുള്ള പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്ന ഓരോ ദൈവദാസനും ദൈവമക്കളെ നിങ്ങൾ കേൾക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏത് പെരുവെള്ളത്തിന്റെ അനുഭവം കടന്നു വന്നാലും നമ്മൾ ദൈവത്തിന്റെ മകനായി മകളായി നിൽക്കുമ്പോൾ അത് എന്റെയും നിങ്ങളുടെയും അടുക്കൽ കടന്നു വരികയില്ല. വെള്ളത്തിൽ കൂടി കടക്കേണ്ടി വന്നാലും ആ വെള്ളം നമ്മെ മുക്കിക്കളയുകയില്ല. ഹല്ലേലൂയ. തീയിൽ കൂടി നടന്നു പോകേണ്ട അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടായാലും ഹല്ലേലൂയ, എന്തുകൊണ്ടെന്ന് നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചവരായി ദൈവത്തിന്റെ ഹല്ലേലൂയ മകനായി മകളായി നമ്മൾ അടിയുറച്ചു നിൽക്കുമ്പോൾ എന്തെല്ലാം പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അത് നമ്മെ തൊടുകയില്ല, നമ്മെ കീഴ്പ്പെടുത്തുകയില്ല, നീ വീണു പോകുവാനിടയാകില്ല എന്ന് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ നിന്റെ ജീവിതത്തില് ദൈവത്തെയും നിന്നെയും തമ്മിൽ അകറ്റിയിരുന്നതായ ആ വലിയ പ്രതിബന്ധം അകന്നു മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തില് കർത്താവിനോടൊപ്പം ദൈവത്തോടൊപ്പം ഒരുമിച്ച് വസിച്ച ആദമും ഹവ്വയും ഒരു ദിവസം നമുക്കറിയാം, ഹല്ലേലൂയ, പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടമാക്കിയതിനു ശേഷം അവർ ദൈവത്തെ അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞതിനു ശേഷം അവർ ദൈവത്തിന്റെ സാന്നിധ്യം അന്ന് ഏദൻ തോട്ടത്തിൽ വൈകുന്നേരം ഇറങ്ങി വന്നപ്പോൾ അവർ ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് സംസാരിച്ചിരുന്ന അവർ ദൈവത്തെ എതിരേൽക്കുവാൻ കഴിയാതെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടവരായി, കുറ്റബോധമുള്ളവരായി ദൈവത്തെ വിട്ടോടി മറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവം ചോദിച്ചു, ആദമേ നീ എവിടെയാകുന്നു? ദൈവത്തിന് അറിയാം ആദം എവിടെയാണ്. ആദം വീണു പോയത്, അല്ലെ പാപത്തിൽ വീണ കാര്യം ദൈവത്തിന് വ്യക്തമായി അറിയാം. എന്നാൽ ആദം പറയുകയാണ്, ദൈവമേ നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ആദം തന്റെ തെറ്റേറ്റു പറയാതെ ഹല്ലേലൂയ ആ ഹവ്വയുടെ മേൽ കുറ്റം ചുമത്തുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം അവിടെ ഏറ്റുപറയാൻ ഒരു അവസരം കൊടുക്കുകയായിരുന്നു. ദൈവമേ ഞാൻ വീണുപോയി, ഞാൻ പാപത്തിൽ വീണുപോയി, എന്നോട് ക്ഷമിക്കണമേ, നിന്റെ വാക്കിനെ അനുസരിച്ചില്ലെന്ന് പറഞ്ഞ് ആദം ഹല്ലേലൂയ തന്നോട് ക്ഷമയാചിക്കുമെന്ന് കാത്തിരുന്ന ദൈവത്തിന്റെ മുൻപില് ഹല്ലേലൂയ പരസ്പരം കുറ്റം ചുമത്തുന്നതായ ആദമിനെ ഹവ്വയുമാണ് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ജീവിതത്തില് ഹല്ലേലൂയ പാപത്തിന്റെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ കടന്നു വരുമ്പോൾ, നമ്മുടെ സംസാരത്തിൽ, ഇടപാടുകളില്, ഭാവത്തിലല്ല എന്തെങ്കിലും കുറ്റങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ പഴിചാരാതെ ദൈവസന്നിധിയിൽ കടന്നു വന്ന ദൈവമേ വീഴ്ച പറ്റിപ്പോയി, അപ്പാ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് നിന്റെ കരുണ കാണിക്കണമേ എന്ന് ക്ഷമയോടെ ഏറ്റു പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ദൈവത്തിന്റെ കൃപ വീണ്ടും പ്രാപിച്ച് മുന്നേറുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഏറ്റുപറച്ചിലിനെയാണ്. ഹല്ലേലൂയ. ക്രൂശിൽ കിടന്ന കള്ളൻ ഒരു ഏറ്റുപറച്ചിൽ കൊണ്ട് ഇന്നലെ വരെ ഉണ്ടായിരുന്ന അവന്റെ ചരിത്രത്തെ മാറ്റിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിൽ ഇരിക്കുമെന്ന്. ഹല്ലേലൂയ. അതുപോലെ മനസാന്തരത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറയുന്ന സമയത്ത് നമ്മോട് കരുണ കാണിക്കുന്ന ഒരു കർത്താവുണ്ട്.
അല്ലെങ്കിൽ നമ്മുടെ പദവിയെ മാറ്റുന്ന കർത്താവുണ്ട്. ഏറ്റുപറയാതെ ഇരുന്നതായ മനുഷ്യൻ പാപിയായി തന്നെ തുടർന്നു പോകുമ്പോൾ ഏറ്റുപറയപ്പെട്ട മനുഷ്യനെ ദൈവം ഭാഗ്യവാനാക്കി മാറ്റുകയാണ്. ഏറ്റുപറയപ്പെട്ട മനുഷ്യന്റെ അന്ത്യം പാതാളത്തിലേക്ക് നടന്നു പോകുമ്പോൾ ഏറ്റുപറയപ്പെട്ട് ക്ഷമ പ്രാപിച്ചവന്റെ അന്ത്യം അവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന സമയത്ത് സ്വർഗത്തിൽ തന്റെ പിതാവിനോടൊപ്പം ഇരിക്കുന്ന അനുഭവത്തിലേക്ക് മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്ര വലിയ രക്ഷയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. എത്ര വലിയ ഭാഗ്യ പദവിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഈ ഭാഗ്യ പദവിയെ കുറിച്ച് ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ഇതായിരിക്കണം. ദാവീദ് ദൈവമേ ഹല്ലേലൂയ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കണമേ കർത്താവേ. യോബ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, നിന്നെ ദുഃഖിപ്പിക്കുന്ന ഒന്നും തന്നെ എന്നിൽ ഉണ്ടായിരിക്കാൻ പാടില്ലപ്പാ. ഹല്ലേലൂയ. നിന്നെ വേദനിപ്പിക്കുന്ന ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലപ്പാ. നിന്നെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന ഒന്നും തന്നെ എന്റെ പ്രവൃത്തിയിലോ സംസാരത്തിലോ ഒന്നും ഉണ്ടാകാൻ പാടില്ലപ്പാ എന്നൊരു പ്രാർത്ഥനയോടുകൂടി, സമർപ്പണത്തോടുകൂടി, ആ ശുദ്ധീകരണത്തോടുകൂടി നമ്മൾ കടന്നു വരികയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അല്ലെ, ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളെ കുറിച്ച് എന്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് നമ്മുടെ ശുദ്ധീകരണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവം അവൻ പറയുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ഹല്ലേലൂയ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ വിശുദ്ധനായ ഒരു ദൈവത്തിന്റെ മക്കളായി നമുക്കായിരിക്കുവാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമാണ്. ഹല്ലേലൂയ. നമ്മെ നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, നമ്മുടെ ജീവിതം കൊണ്ടല്ല, വിശ്വാസം കൊണ്ട് നീതീകരിച്ച ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മെ നീതീകരിച്ചതായ ആ ദൈവത്തിന്റെ മുൻപിൽ നീതിയോടുകൂടി, വിശ്വസ്തയോടുകൂടി, ആ ഭാഗ്യ പദവിക്കനുസരിച്ചു കൊണ്ട് ശ്രേഷ്ഠമായ ഹല്ലേലൂയ ദൈവത്തെ ആരാധിച്ച് മുന്നേറുവാൻ, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ നമ്മെല്ലാവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അതിനുശേഷം പറയുന്നു, ഹല്ലേലൂയ, ഈ ഏറ്റുപറയപ്പെട്ട ദൈവത്തിന്റെ ആ സാന്നിധ്യം അനുഭവിക്കുന്നതായ ആ വ്യക്തിക്ക് കിട്ടുന്നതായ അടുത്ത ഉപദേശമാണ്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. ഇന്നലകളിൽ ചെയ്തതായ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിന്റെ മകനായ മകളായി നീ മാറ്റപ്പെടുകയാണെങ്കിൽ, ഇന്നലെ വരെ നീ സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ആലോചന പ്രകാരം, സ്വന്തം ബുദ്ധിക്കും ശക്തിക്കും കഴിവിനും അനുസരിച്ച് നടന്നുവെങ്കിൽ, ഇന്ന് നിന്നെ ഉപദേശിക്കുന്ന ഒരു കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഇന്ന് നമ്മെ വഴി നടത്തുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നീ ഏത് വഴിയില്ലാത്ത, വഴി കാണുവാൻ കഴിയാത്ത സാഹചര്യത്തിന്റെ നടുവിൽ കൂടി പോയാലും നീ ഭാരപ്പെടേണ്ടതില്ല. നമ്മെ മകനെ ഇന്ന വഴിയിൽ കൂടി പോക എന്ന് പറഞ്ഞ് വഴി തെളിച്ചു നടത്തുന്ന ഒരു ദൈവം നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതത്ര ഈ ഭാഗ്യവതിയുടെ മറ്റൊരു അനുഭവമാകുന്നു ഇത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷം ഇപ്രകാരം വായിക്കാൻ അതിന്റെ അവസാനത്തെ വാക്യം, നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിപ്പിൻ, ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പിൻ. ഹല്ലേലൂയ. നീതിമാന്മാരായി ദൈവത്തിന്റെ മുൻപിൽ ഹല്ലേലൂയ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നീതീകരണം പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച് ശേഷം ദൈവം കർത്താവിനോട് പറയാണ് സങ്കീർത്തനക്കാരൻ, നിങ്ങളാണ് സന്തോഷിച്ചുല്ലസിക്കേണ്ടത്. ഹല്ലേലൂയ. ഹൃദയപരമാർത്ഥികളായ നിങ്ങളുടെ ഉള്ളിലാണ് സന്തോഷം വിളങ്ങേണ്ടത്. ഹല്ലേലൂയ. നിങ്ങൾ കണ്ണുനീരോടെ ഇരിക്കേണ്ടതല്ല. എന്തുകൊണ്ട്? നിങ്ങളെ ദൈവം നീതീകരിച്ചിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അത്രേ, പഴയത് കഴിഞ്ഞുപോയി. ഹല്ലേലൂയ. ഇന്ന് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഉല്ലസിച്ച് ഘോഷിക്കേണ്ടത് ഈ ഏറ്റുപറഞ്ഞപ്പെട്ട ശുദ്ധീകരണം പ്രാപിച്ച നമ്മളാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഏറ്റവും വലിയ സന്തോഷം സ്ഥിതി ചെയ്യുന്നത്, ഏറ്റവും സന്തോഷം ഉള്ളിൽ വസിക്കുന്നത് കർത്താവിന്റെ യഥാർത്ഥ ഭക്തനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ സംതൃപ്തിയും സമാധാനവും വസിക്കുന്നത്, ഹല്ലേലൂയ, ഈ ലോകത്തിൽ ഏറ്റവും വലിയ സമ്പത്തുള്ളവന്റെ ഹൃദയത്തിലല്ല, ഏറ്റവും വലിയ സ്വാധീനമുള്ള വ്യക്തിയുടെ ഹൃദയത്തിലല്ല, ഒരു തന്റെ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധീകരണം പ്രാപിച്ച് ആ ദൈവത്തിന്റെ സാന്നിധ്യവും എല്ലായ്പ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിലാണ് ഏറ്റവും വലിയ സമാധാനവും ഏറ്റവും വലിയ സന്തോഷവും വസിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ, കുറവുകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, ദൈവത്തോടെ, മനുഷ്യരോടെ ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റുപറയാം. ഏത് കുറവുകളെയും നമ്മുടെ ക്ഷമിക്കുന്ന ഒരു കർത്താവ് നമ്മോടൊപ്പമുണ്ട്. ആ കർത്താവിന്റെ തിരുരക്തം നമ്മുടെ സകല പാപങ്ങളെ ശുദ്ധീകരിച്ച് നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്നു, നമ്മുടെ പാപങ്ങളെ പിറകിലെറിഞ്ഞു കളയുന്നു. നമ്മുടെ ജീവിതത്തിലെ രക്താംബരം പോലുള്ള പാപത്തെയും ഹിമം പോലെ വെളുപ്പിച്ച് നമ്മെ വിശുദ്ധീകരിച്ച് കർത്താവിന്റെ സ്വരൂപത്തിനൊത്തവണ്ണം
നമ്മെ വാർത്തെടുക്കുന്ന ഒരു വിശ്വസ്തനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഈ വചനങ്ങൾ നിങ്ങൾ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തുടർന്ന് നിമിഷങ്ങൾ നമുക്ക് സാക്ഷ്യത്തിനും പ്രബോധനത്തിനുമുള്ള സമയമാണ്. ദയവ് ചെയ്ത് സാക്ഷ്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്ന സമയത്തെ മുൻപോട്ട് പോകുന്ന സമയത്തെ നമ്മൾ വൃഥാവാക്കാതെ വേഗത്തിൽ കടന്നു വന്ന് സാക്ഷ്യങ്ങളും പ്രബോധനങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഒക്കെ അറിയിച്ചാട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ഒരാഴ്ച കാലം എന്നെ എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും ദൈവം കാത്തു പരിപാലിച്ചു. വരാമായിരിക്കുന്ന ആപത്തോടൊന്നൊക്കെ ദൈവം പിടിവിച്ചു. ശാരീരികമായ ക്ലേശങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി. പല പല ടെസ്റ്റുകൾക്കൊക്കെ വിധേയരായി തീരേണ്ടി വന്നു. ദൈവോടൊന്നൊക്കെ വിടുവിച്ചു. വലിയ അത്ഭുതം ദൈവം ചെയ്തു. ആ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുവാൻ, നിങ്ങളുടെ മുമ്പിൽ സാക്ഷിയായി തീരുവാൻ ദൈവം തന്ന സമയത്തിനായിട്ട് സ്തോത്രം. വീണ്ടും എനിക്കും എൻ്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഷൈല ബെന്നിയാണ്. ഇന്ന് സന്ധ്യാസമയം ട്രിനിറ്റി കുടുംബത്തോട് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒരു സാക്ഷിയായി നിൽപ്പാനും വലിയവനായ ദൈവം എന്റെയും ജീവിതത്തിൽ തന്ന വിലപ്പെട്ട സമയത്തിനായി ദൈവത്തെ സ്തുതിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് ഓരോ ദിവസവും അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന്റെ കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശാരീരികമായി വളരെ ക്ലേശങ്ങളാൽ ഭാരപ്പെട്ടു. ട്രിനിറ്റി കുടുംബത്തിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആശ്വാസമായിരുന്നു. അല്പമായ ആശ്വാസവും വിടുതലൊക്കെയും ദൈവം തന്നതിനായി ദൈവത്തെ സ്തുതിക്കും സ്തോത്രം ചെയ്യുന്നു. വീണ്ടും പൂർണ്ണമായ വിടുതൽ പ്രാപിക്കേണ്ടതിന് വേണ്ടി എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. അതുപോലെ എൻ്റെ മൂത്ത മകൾ ഹന്നായിസ് ബെന്നി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നാളെ മുതൽ കുഞ്ഞുങ്ങൾക്ക് മോഡൽ എക്സാം തുടങ്ങുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവത്തിന് ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഈവനിംഗ് വർഷിപ്പില് എനിക്കും എന്റെ വലിയവനായ ദൈവത്തെയും കുടുംബമായി ദൈവത്തെ സ്തുതിപ്പാനും ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഒരു ആശങ്ക വന്നിപ്പാൻ തക്കവണ്ണം ദൈവം എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി കഴിഞ്ഞ ആഴ്ചക്കാലം ദൈവം എന്നെയും കുടുംബമായി കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും ഒക്കെ അവിടുന്ന് പരിപാലിച്ചു. എന്നേക്കാൾ പ്രായം കൂടി ഒരു കുറഞ്ഞവരൊക്കെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടോൾ അവിടുത്തെ ദൈവം കരുണയും വിശ്വസ്തതയും മഹാദൈവം എന്നോടും കൂടെ ഇരുന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും കൂടെ ഇരുന്നു പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്താമത്തിൽ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഭവനത്തിൻ്റെതായ ചില അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുവാൻ തക്കോണം ദൈവം അവിടുന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ദൈവ മക്കളും പ്രാർത്ഥിച്ചു. പൂർണ്ണമായി തീർന്നില്ല എങ്കിലും അല്പമായി ചെയ്തെടുപ്പാൻ തക്കോണം ദൈവം സഹായിച്ചു. കുഞ്ഞുങ്ങളെയൊക്കെ ദൈവത്തോട് പരിപാലിച്ച ഒരു പ്രാവശ്യം കൂടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സാക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വീട്ടിലെന്റെ കുടുംബത്തോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനും സന്ധ്യാസമയത്ത് കർത്താവ് എനിക്ക് അവസരം ഒരുക്കാനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ പരിപാലിച്ചു, സൂക്ഷിച്ചു. ആപത്തുകളിൽ നിന്ന് അപകടങ്ങളിലെല്ലാം വിടുവിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അതുപോലത്തെ ആരാധനയ്ക്ക് ശേഷം വീണ്ടും ദിവസങ്ങളിലായിരിക്കാൻ തൊക്കെ അല്പസമയം കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവരവസരം കൂടി ഒരുക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞിരുന്നു. ദേവദാസന് സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നെന്നും പല ടെസ്റ്റുകളെല്ലാം ചെയ്ത് വയറ്റിലൊരു മുഴയുണ്ട്, പിന്നെ കിഡ്നി സ്റ്റോൺ ഉണ്ട്, കാലിന് വെരിക്കോസ് ആണ്, ഇങ്ങനെ കുറെ രോഗങ്ങളുടേതായ അവസ്ഥകൾ എല്ലാം ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ അതിന് കഴിഞ്ഞ ആഴ്ച വീണ്ടും സ്ഥിരമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ആ ഡോക്ടറെ റിസൾട്ട് എല്ലാം കാണിച്ചു. അതിൽ അത്ഭുതകരമായ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കൊണം കർത്താവ് കൃപ ചെയ്തു. വയറ്റിൽ മുഴയാണെന്ന് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കാനില്ല, അത് പിന്നെ കൊളസ്ട്രോൾ കൂടിയതിന്റെ കൊഴുപ്പടിഞ്ഞതിന്റെ ആണെന്നാണ് പറഞ്ഞത്. കൊഴുപ്പടിഞ്ഞതിന്റെ ആണെന്ന് പറഞ്ഞു. പിന്നെ വെരിക്കോസിന്റെ അത് ഓപ്പറേഷൻ ചെയ്യണം, അല്ല റേഡിയേഷൻ ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. അതിനൊരു 85,000 രൂപയാണ്. ഓരോ ഹോസ്പിറ്റലിൽ പലയിടത്തും അന്വേഷിച്ചപ്പോൾ പല ചാർജാണ് പറഞ്ഞത്. എന്നാൽ 85,000 40,000 എല്ലാം പറഞ്ഞായിരുന്നു. 40,000 ഒന്നും മുടക്കാനായിട്ട് ഒരു സാധ്യത ഞങ്ങൾക്കില്ല. അതുകൊണ്ട് എല്ലാവരോടും പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു ദേവദാസന്മാർ കുടുംബങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ സ്ഥിരം കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ധൃതി പിടിച്ചാൽ ചെയ്യൊന്നും വേണ്ട, സാവകാശം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ്റെ ഗുണം കർത്താവ് കൃപ ചെയ്തു. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവത്തോളം അത്ഭുതം ചെയ്തതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ കാലിന്റെ നീരെല്ലാം വളരെ കുറവുണ്ട്. നടക്കാനൊക്കെ ചില സമയത്ത് വേദനയും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന പോലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇപ്പൊ ഇന്ന് പിന്നെ ആരാധനയ്ക്ക് ഒരമ്മാമ്മ വന്നില്ല, അവർക്ക് പ്രഷർ കൂടിയിട്ട്
ആരാധനയ്ക്ക് വന്നില്ലായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ ദേവദാസൻ. അതുകൊണ്ട് മീറ്റിങ്ങിലൊന്നും കയറാൻ കഴിഞ്ഞില്ല. ഇത്രത്തോളം ദൈവം അത്ഭുതകരമായിട്ട് വിടുവിച്ചു. ദേവദാസിമാരുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഒന്ന് മാത്രമാണ് ഇത്രത്തോളം ദൈവം വിടുവിച്ചതിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ ദേവദാസന്മാരോടും കുടുംബങ്ങളോടും നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ ഒരു വിഷയം പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കാനുള്ളത്, ഞങ്ങൾക്ക് കുറച്ച് കടവും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് കുറച്ച് സ്ഥലം വിൽക്കാൻ വേണ്ടി ഉണ്ട്. ആ സ്ഥലം ഒന്ന് വിറ്റ് കടം വീട്ടാന്നാണ് വിചാരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനുമെല്ലാം സാമ്പത്തികം വളരെ ആവശ്യമാണ്. അപ്പോൾ ഞങ്ങളുടെ വസ്തു വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കിയിട്ട് അത് നടക്കുന്നില്ല. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. രണ്ടിടത്തായിട്ടാണ് സ്ഥലം കിടക്കുന്നത്. ഒന്ന് കാലാങ്കി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയൊക്കെ സ്ഥലത്തിന് തീരെ വിലക്കുറവാണ്. എന്നാലും അത് വിറ്റിട്ടുണ്ടെങ്കിൽ അത്രയും ആവശ്യമെങ്കിലും നടക്കില്ല. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. കാലാങ്കിയിൽ ആന ഇറങ്ങിയെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നതാണ്. അതുകൊണ്ട് പുറമേ നിന്നൊന്നും ആരും വന്ന സ്ഥലം അവിടെ മേടിക്കില്ല. അവിടെയുള്ളവരാരെങ്കിലും മേടിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. സെന്റിന് ഒരു 25 പറഞ്ഞിട്ട് എടുക്കുന്നില്ല. ഇനി 20 സെന്റിന് ഒരു 20,000 വെച്ചാണേലും കൊടുത്തേക്കാന്നാണ് വിചാരിക്കുന്നത്. അതിനും എടുക്കാനായിട്ട് ആളില്ല. പ്രത്യേകമായിട്ട് ദേവദാസന്മാര് പ്രാർത്ഥിക്കണം അതിന്റെ വിൽപ്പന നടക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്ത് ഹൈവേന്റെ അടുത്താണ്. ഹൈവേന്ന് ഒരു 150 മീറ്റർ ദൂരമുള്ളൂ. വെള്ളവും വഴിയും കറണ്ടും എല്ലാം ഉള്ളതായ, കിണർ ഒഴിച്ച വെള്ളം കിട്ടുന്നതായ ഒരു 10 സെന്റ് സ്ഥലമാണ് വിൽക്കാനുള്ളത്. അത് പിന്നെ ഇവിടെ വലിയ വിലയൊന്നും പറയുന്നില്ല. ഞങ്ങൾ 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ പറഞ്ഞാൽ വരുന്ന ഒരു 50,000 ഒക്കെയാ പറയുന്നത് സെന്റിന്. അപ്പൊ ന്യായമായ ഒരു വിലയ്ക്ക് അതും വിറ്റ് കിട്ടേണ്ടതിന് വേണ്ടി ദേവദാസന്മാരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഇത്രത്തോളം പറഞ്ഞ എന്റെ സാക്ഷ്യത്തിൽ വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലീഡ് ചെയ്യുന്ന പ്രിയ ദേവദാസൻ, അതുപോലെ ചെയർമാൻ കുടുംബം, ദേവദാസന്മാരും എല്ലാ പ്രിയപ്പെട്ടവരും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞിരുന്നു. ഈ മാസത്തിന്റെ ആരംഭം മുതൽ എനിക്ക് വളരെയധികം ശരീര ക്ഷീണത്താലും പനിയാലും ഒക്കെ ആയിരുന്നു. എങ്കിലും കഴിഞ്ഞ ആഴ്ച വളരെയധികം പനി കൂടി. ഈ ബ്ലഡ് കൗണ്ട് ഏകദേശം 10,000-ൽ മേലെ കൂടിപ്പോയി. അങ്ങനെ വളരെ തളർന്ന് വളരെ ക്ഷീണാവസ്ഥയിലായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാതെ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു. അങ്ങനെ അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് എല്ലാ പ്രിയപ്പെട്ടവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ചെയർമാനും കമസരിയ സാറ്, മേരിക്കുട്ടി ആന്റിയും, അതുപോലെ എല്ലാ സിസ്റ്റർ, സ്റ്റീഫൻ മാസ്റ്റർ, സിസ്റ്റർ എല്ലാം പ്രത്യേകിച്ച് വിളിച്ച് അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അപ്പോൾ വളരെ ആശ്വാസവും സൗഖ്യമായി. എങ്കിലും പൂർണ്ണമായി ക്ഷീണം പോയിട്ടില്ല. മൂക്കും അതുപോലെ തന്നെ പനി മാറിയെങ്കിലും പൂർണ്ണമായിട്ട് ക്ഷീണം വിട്ട് മാറിയിട്ടില്ല. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ വ്യതിയാനവും എല്ലാം കൂടി ആയിട്ടാന്ന് തോന്നുന്നു. വളരെ ശരീരക്ഷീണമുണ്ട്. എങ്കിലും വളരെ വിടുതലും ആശ്വാസവും ദൈവം നൽകി തന്നു. പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവനാമത്തിൽ സ്നേഹത്തെയും നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളെ വലിയൊരു പ്രാർത്ഥന ചോദിക്കുന്നു. ഇപ്പോഴും നേരത്തെ മേരി സിസ്റ്റർ നമ്മൾ വളരെയധികം സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിന്റെ അവസ്ഥയിലാണ്. വളരെ ലോൺ ഉള്ളതുകൊണ്ട് ലോണിന്റെ അടവ് പലതും തെറ്റി നാളെ ഒരു ലോൺ അടയ്ക്കേണ്ടത് ആവശ്യമാണ്. ആ വിഷയത്തിന് മധ്യത്തിലൊന്നും സാമ്പത്തികമായിട്ടൊന്നും ആയിട്ടില്ല. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളെ വെളിപ്പെടുവാനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഓർത്ത് തുടർന്നും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ സാക്ഷ്യത്തെ നിർത്തുന്നു. പ്രാർത്ഥനയോട് ഒരിക്കൽ കൂടി ദൈവത്തെ സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. ഇനി ആരെങ്കിലും സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമയത്തെ വൃഥാവാക്കാതെ വേഗത്തിൽ തന്നെ സാക്ഷ്യം അറിയിക്കാവുന്നതാണ്. ഇനി ആരും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞതായ വ്യക്തികൾക്ക് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ആദ്യം നമുക്ക് സിസ്റ്റർ ഷൈലാബിനെ, അതോടൊപ്പം 2 സഹോദരിമാരും പൊതുവായുള്ള അവരുടെ കുടുംബത്തിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് അവരുടെ പ്രാർത്ഥന അപേക്ഷിക്കാനിടയായി. ആ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ദേവദാസൻ സണ്ണി പാസ്റ്റർ ആ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനായ ദൈവമേ, നല്ല പിതാവിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നായി സൂം മീറ്റിംഗ് പരസ്യമായി സാക്ഷി പറഞ്ഞ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭത്തിൽ സാക്ഷി പറഞ്ഞ പല വിധമായിരിക്കുന്ന പ്രയാസങ്ങൾ, ശാരീരികമായ ക്ലേശങ്ങളിൽ നിന്നും കർത്താവ് ആരോഗ്യം വരോടുന്ന് പകർന്നു. കർത്താവിന്റെ കൃപ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ പിന്നെ ഏൽപ്പിച്ച പ്രാർത്ഥിക്കും. സൗഖ്യത്തോടായിരിക്കാൻ ദൈവമായ കർത്താവ് മക്കളെ ഓർത്ത് ആമേൻ. കർത്താവെ കുഞ്ഞുങ്ങളെ ഗ്രഹിക്കണമേ. കർത്താവിന്റെ കൃപയാൽ നിറയ്ക്കണമേ.
ആ വിഷയങ്ങളിലേയും കൂടിയിരിക്കണമേ. ജോലിയിൽ ബലപ്പെടുത്തണമേ കർത്താവെ. കൊച്ചുമക്കൾക്കായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവെ, അമ്മച്ചെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം ബലപ്പെടുത്താനും സഹായിക്കണം. ദൈവത്തിന്റെ കൃപയാൽ അവിടെ നിറയ്ക്കണമേ. കർത്താവിന്റെ കൃപ അവിടുന്ന് ധാരാളമായി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കുടുംബമായി ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു. താമസങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ദൈവം സഹായിക്കണം, അനുഗ്രഹിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. കഴിഞ്ഞതായ ദിവസങ്ങളുണ്ടായ എല്ലാ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കർത്താവെ, ശാരീരികമായ ക്ലേശങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പിന്നെ അവിടുത്തെ കൃപ ധാരാളമായി പകർന്ന വഴി നടത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഹന്ന സഹോദരി മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ. കർത്താവെ, അടുത്ത ദിവസങ്ങളിൽ SLC പരീക്ഷയുടെ മോഡൽ എക്സാം നടക്കുന്നല്ലോ. നന്നായി പരീക്ഷ എഴുതുവാൻ കർത്താവ് സഹായിക്കണമേ. SLC പരീക്ഷയിൽ നന്നായി എഴുതുവാൻ കർത്താവ് സഹായിക്കണമേ. വിശേഷ ബുദ്ധിയാൽ കുഞ്ഞിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ. ശൈല ബെനി സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ ശാരീരികമായ ക്ഷീണത്താൽ ഭാരപ്പെട്ടു. ദൈവം കൊടുത്ത അവിടുന്ന് സൗഖ്യത്തിനും ആശ്വാസത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പിതാവെ, ഈ ദിവസങ്ങളിൽ കർത്താവെ, ഞങ്ങളുടെ ഹല്ലേലൂയ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ പലരും SLC പരീക്ഷ എഴുതുന്നവരുണ്ടല്ലോ. അവരെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവം അവരെയും സഹായിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ കേൾക്കണമേ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടാണ്. സ്തോത്രം ചെയ്യാം. സ്തോത്രം. അതുപോലെ അവസാനം സാക്ഷിമാരായ ജാൻസി ജേസൺ സൗദി ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ സാക്ഷി പറയേണ്ട ശരീരത്തിന് ക്ഷീണത്താൽ ഭാരപ്പെട്ടു. ബ്ലഡ് കൗണ്ടിന്റെ വ്യത്യാസത്താൽ വളരെ ഭാരം അനുഭവിക്കാനിടയായി. എന്നാൽ കർത്താവ് അതെല്ലാം വലിയ വിടുതൽ ദേവദാസന്മാരുടെയും ദൈവങ്ങളുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളുന്നതായ കർത്താവിന്റെ വിടുതൽ അനുഭവിക്കാൻ സഹായിച്ചു. അതുപോലെ സാമ്പത്തികമായ ഞെരുക്കം അനുഭവിക്കുകയാണ്. ലോൺ അടയ്ക്കാനൊക്കെ ഭാരപ്പെടുന്ന ദൈവം അതിന്റെ മധ്യത്തിൽ അത്ഭുതകരമായ ഒരു വിടുതൽ ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവിന്റെ അത്ഭുതത്തിന് കരം ചലിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അതിനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കേണ്ട മേരി ജോർജ് എന്ന സിസ്റ്റർ പറഞ്ഞല്ലോ, സ്ഥലം വിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ പല പല പ്രതിബന്ധങ്ങളുണ്ടല്ലോ അവർ താമസിക്കുന്ന ഇടങ്ങളിൽ. അതിന് മധ്യത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാനിട ഏത് അസാധ്യമായ വിഷയങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് നമ്മോടൊപ്പമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ രണ്ട് വിഷയങ്ങളെ ഓർത്തുകൊണ്ട് സ്റ്റീഫൻ പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കാരുണ്യവാനായ ഞങ്ങളുടെ പൊന്നു കർത്താവേ, ഹല്ലേലൂയ. ദേവദാസൻ പറഞ്ഞ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. പ്രത്യേക ജാൻസി ജെയ്സനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പനിയാൽ ഭാരപ്പെട്ടു. ബ്ലഡ് കൗണ്ട് കൂടുവാനൊക്കെ ഇടയായി. ഹല്ലേലൂയ. എങ്കിലും ദൈവം അത്ഭുതം പ്രവർത്തിച്ച് വിടുതൽ കൊടുത്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തിക ഭാരത്താൽ ബുദ്ധിമുട്ടുന്നു. ഹല്ലേലൂയ. സാമ്പത്തിക പുതുവഴികളെ നീ തുറക്കുമാറാക്കണം, നീ എന്റെ അത്ഭുതകരം പ്രവർത്തിക്കുമാറാക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബമായി അനുഗ്രഹിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക മേരി ജോൺ സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദേവദാസൻ വളരെയധികം ശാരീരികമായ രോഗത്താൽ ഭാരത്താൽ ബുദ്ധിമുട്ടുന്നു. പൂർണ്ണ വിടുതൽ നിന്റെ ദാസന് കൊടുക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബമായി അവരെ കാത്തു പരിപാലിക്കണം. വളരെയധികം സാമ്പത്തിക ഭാരത്താൽ ഭവനം ഞെരുങ്ങുന്നു കർത്താവെ. അവർ വസ്തു വിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവർ ആഗ്രഹിക്കുന്ന വിലയ്ക്ക് ആ വസ്തു വിൽപ്പന നടക്കുവാൻ സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആവശ്യങ്ങൾക്കെല്ലാം നീ പ്രവർത്തിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. മറുപടി അയക്കുന്ന കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടനാണ്. സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഇന്ന് സാക്ഷ്യം പറഞ്ഞതായ എല്ലാ സഹോദരിമാരെയും ദൈവം അനുഗ്രഹിക്കേണ്ടത്. അവർ പറഞ്ഞിരിക്കുന്നതായ പ്രാർത്ഥനാ വിഷയങ്ങൾ എല്ലാം കർത്താവ് നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം കേട്ട് ഈ ദിവസങ്ങളിൽ തന്നെ വീണ്ടും അത്ഭുതകരമായ വിടുതലിന്റെ സാക്ഷ്യങ്ങളെ കർത്താവ് നമ്മെ കേൾപ്പിക്കാൻ പോകുന്നതിനോട് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ ടീം എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു അനുഭവമാണ്. കാരണം ഒരു വിഷയം പറയുമ്പോൾ അതിനുവേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്ന സഹോദരിമാര് ദേവദാസന്മാർ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ നാളുകളിൽ ഭക്തന്മാരുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നതാണ് പ്രാർത്ഥന അനുഭവം. എല്ലാ ദേവദാസന്മാർക്കും ആഗ്രഹം പ്രസംഗിക്കാനാണ്, എല്ലാവർക്കും ആഗ്രഹം മറ്റുള്ള കാര്യങ്ങൾ. എന്നാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി മുഴങ്കാൽ മടക്കുവാൻ ആളുകൾ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കും. എന്നാൽ അതിന്റെ മധ്യത്തിൽ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും, ട്രിനിറ്റി ഇന്റർനാഷണൽ ഈ പ്രയർ ഗ്രൂപ്പ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചിലയ്ക്കുന്ന ഒരു കൂട്ടം ഭക്തന്മാരുടെ കൂട്ടായ്മയാണെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം ശക്തമായ മറുപടി നൽകും എന്ന് നമ്മൾ വിശ്വസിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവം കേട്ട് ഉത്തരമരളി വരും ദിവസങ്ങളിൽ അത്ഭുതകരമായ വിടുതൽ നമുക്ക് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവം അത്ഭുതം ചെയ്യുന്നതിനകത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെയും വീണ്ടും കർത്തൃക്കരങ്ങളിൽ സാക്ഷ്യം പറഞ്ഞ ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നമുക്ക് നമ്മുടെ ലത സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. അത് സജി ബ്രദർ പ്രാർത്ഥിച്ച, എനിക്ക് പേരറിയില്ല. ഓക്കെ, സോറി. ലത സിസ്റ്റർ പറഞ്ഞ വിഷയം ഒന്ന് ഓർമ്മ, അദ്ദേഹം പറഞ്ഞ വിഷയം
സഹോദരി പറഞ്ഞ വിഷയം ഒന്ന് ഓർമ്മിപ്പിക്കാമോ? എനിക്ക് ആ പേര് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ്. സോറി. ഡേവിഡ്സൺ പാസ്റ്റർ ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. ഡേവിഡ്സൺ പാസ്റ്റർ പ്രാർത്ഥിച്ചു. ലത സിസ്റ്റർ പറഞ്ഞ കാര്യം. വിഷയം ഒന്ന് പറയാമോ? പക്ഷേ ഞാന് സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും എന്റെ മെയിൻ്റനൻസിന്റെ വീടിന്റെ പണി കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് അന്ന് കഴിഞ്ഞ സൺഡേ പറഞ്ഞു. ഇത്രത്തോളം ഭംഗിയായി എല്ലാം ചെയ്തെടുക്കാൻ ദൈവം സഹായിച്ചു. എല്ലാ കാര്യങ്ങളും ദൈവം സാധിച്ചു തന്നു. പ്രാർത്ഥന അതായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. മോന്റെ വിഷയമുണ്ട്. അവന്റെ ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 1 വർഷത്തോളമായി ആ വിഷയത്തിൽ ഞങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയാണ്. നീക്കും ഇപ്പം താൽക്കാലികമായ ഒരു ജോലി ചെയ്യുന്നു. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വിശുദ്ധ ആരാധനയോടനുബന്ധിച്ച് സാക്ഷ്യങ്ങളിലൂടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന നിരദാസ്മാരെ ഓർത്ത് സ്തോത്ര. വിശിഷ്യാൽ പ്രിയ ആമേ ലതയാന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ പല വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെട്ടു. ദൈവത്തിന്റെ അത്ഭുതം ഭവനത്തിൽ ചെയ്തതിനാണ് സ്തോത്രം. ചില കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ പ്രിയമുള്ളവർക്ക് കൊടുത്ത വലിയ അവസരത്തിനായി സ്തോത്രം. സാമ്പത്തികമായിരിക്കുന്ന വഴികൾ പ്രിയമുള്ളവർക്കായി കർത്താവ് ഒരുക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ സേവിക്കുന്ന ദൈവം, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം കർത്താവ് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധ്യമാക്കുന്ന നമ്മുടെ ദൈവമാകുവാൻ വാഴ്ത്തുന്നു. കർത്താവ് പ്രിയ ദാസരുടെ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചുമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടേതായിരിക്കുന്ന വിവിധ ആവശ്യങ്ങളുടെ പേരെല്ലാം ദൈവ ദിവസം കൂടിയിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഭവമായിരിക്കുന്ന ഭാരങ്ങൾ, പ്രയാസങ്ങൾ കർത്താവെ തമ്മിലുള്ള ബന്ധത്തിൽ കർത്താവെ കടന്നു വന്നുവെങ്കിലും ദൈവത്തിൽ നിന്നൊക്കെയും കൊടുത്തിരിക്കുന്ന വലിയ വിടുതലുകൾക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇന്ന് രാത്രിയിൽ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ അവിടുന്ന് സഹായിച്ചല്ലോ. പ്രാർത്ഥന കേട്ട എല്ലാ വിഷയങ്ങളുടെ മേലും സ്വർഗത്തിലെ ദൈവത്തിന്റെ മറുപടികൾ കർത്താവെ നൽകിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളെ മറ്റുമായി അനുഗ്രഹിക്കണമേ. ഒരു പ്രാവശ്യം കൂടെ വേദാശ്രീയും ഭവനത്തെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനകളെ യാചനം കേട്ടതിനായി മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനോട് കർത്താവിനെ സ്തുതിക്കുന്നു. തുടർന്ന് നമുക്ക് പറഞ്ഞു. ഡ്യൂട്ടിയിലായിരുന്നു. ഒരു സാക്ഷ്യം പറയാനായിട്ടുണ്ടായിരുന്നു. പറയാൻ പറ്റുമോ? തിരക്കായിരുന്നു, അതുകൊണ്ടാണ്. പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് ബീന എന്നാണ്. ഞാൻ ഹൈദരാബാദിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ഡ്യൂട്ടിയിലായോണ്ട് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് ചെറിയാൻ അങ്കിൾ, അതുപോലെ എല്ലാ പ്രിയപ്പെട്ട ശ്രേഷ്ഠ ദൈവദാസന്മാർക്കും യേശുവിന്റെ നാമത്തിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു. പനിയാൽ ഭയങ്കര സീരിയസ് ഒരു കണ്ടീഷനിലായിരുന്നു. അതിൽ നിന്നെല്ലാം പ്രിയപ്പെട്ട എല്ലാ ദൈവശ്രേഷ്ഠ ദാസന്മാരുടെയും പ്രാർത്ഥനയിൽ എനിക്ക് പരിപൂർണ സുഖം പ്രാപിച്ചു. അതിനുശേഷം എനിക്ക് പല പ്രോബ്ലംസ് വന്നിരുന്നു. തലവേദന, അതിഭയങ്കരമായ തലവേദന. അതിനുശേഷം വയറിനുള്ളിൽ വേദന, ഒരു റൈറ്റ് സൈഡിൽ വോമിറ്റിങ്, കണ്ടിന്യൂ വോമിറ്റിങ്. ഞാൻ പ്രാർത്ഥന എല്ലാവരോടും ആവശ്യപ്പെട്ടിരുന്നു. ഒരു കാര്യം ഞാൻ ഓർത്തു, ഡ്യൂട്ടിക്ക് പോയിട്ട് ഒരു 3 ആഴ്ചയോളം എനിക്ക് ഡ്യൂട്ടിക്കൊന്നും പോകാൻ സാധിച്ചില്ല. എല്ലാ പ്രിയപ്പെട്ട ദൈവദാസന്മാരുടെയും വിലയേറിയ പ്രാർത്ഥന ഞാൻ ഓർത്തു. ദൈവം എനിക്ക് ഞാൻ മരണത്തോട് വരെ അഭിമുഖം കണ്ടതായ ഒരു സന്ദർഭമായിരുന്നു. ഞാനത് ബഹുമാനപ്പെട്ട സജ്ജു പാസ്റ്ററോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പേപ്പറിൽ വരെ എഴുതി വെച്ചു, ഒരുപക്ഷെ ഞാൻ മരിച്ചെങ്കിൽ എൻ്റെ ഡെഡ് ബോഡി കേരളത്തിൽ എത്തിക്കണം എന്ന്. അതേ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എൻ്റെ ശരീരമൊക്കെ മരവിച്ച ഒരു അവസ്ഥ വന്ന് വോമിറ്റിങ് ചെയ്ത് ഡോറൊക്കെ ഞാൻ ഓപ്പൺ ഒക്കെ ചെയ്തിട്ട് ആരെങ്കിലും കടന്നു വരണ്ടേ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയിരുന്നു. പക്ഷെ അവിടെ കിടന്ന് ഞാൻ വലിയതായ ഒരു എന്നോട് ഒരാൾ വന്ന് നിന്ന് സംസാരിക്കുന്ന ഒരു വാക്ക് ഞാൻ കേട്ടു. നീ ഭയപ്പെടേണ്ട, നിന്നോട് ഞാൻ കൂടെയുണ്ട്, മനുഷ്യർ നിന്നോട് എന്ത് ചെയ്യും. ഞാൻ ഉടനെ തന്നെ സജു പാസ്റ്ററോട് വിളിച്ചു ചോദിച്ചു, സജു പാസ്റ്റർ ഈ വാക്യം ബൈബിളിൽ എവിടെയാണ്? എനിക്ക് സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ, വായിച്ചിട്ടുണ്ടെന്നല്ലാതെ അത് എവിടെയാണെന്ന് അറിയത്തില്ല. എന്നോട് വളരെ വ്യക്തമായി ഞാൻ കേട്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നെ ഇങ്ങനെ തലോടുന്നതായിട്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അതിനുശേഷം ഞാൻ പെട്ടെന്നുണ്ടായ തലവേദന പറഞ്ഞ അതിഭയങ്കരമായ തലവേദന. സജിഭാഷൊക്കെ ടാബ്ലറ്റ് ഒക്കെ കൊണ്ടു തന്ന് അവർ നന്നായിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ട് കുറയുന്നില്ലായിരുന്നു. അതെന്താ സംഭവിച്ചെന്നറിയില്ല. ഞാൻ പ്രാർത്ഥനയോട് എല്ലാവരോടും ചോദിച്ചിരുന്നു. ഞാനൊരു മെഡിസിനും എടുത്തില്ല, ഹോസ്പിറ്റലും പോയില്ല.
ഞാൻ പ്രാർത്ഥിച്ചു, ഒറ്റ കാര്യം പ്രാർത്ഥിച്ചു, ദൈവമേ ഒന്നെങ്കിൽ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, എന്നാലും ഞാൻ മെഡിസിൻ എടുക്കത്തില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഈ ഒരു സ്വപ്നം പോലെ കണ്ടതിന് ശേഷം അതിനുശേഷം ഇന്നേ വരെ പെട്ടെന്ന് എനിക്ക് എന്റെ ശരീരത്തിൽ നല്ല എന്തോ വിട്ടുമാറിയതുപോലെ ഒരു അവസ്ഥ, പെട്ടെന്നൊരു സ്വസ്ഥത, അതെന്താന്ന് പറയാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥ, ഭയങ്കരമായിട്ടൊരു ശരീരത്തിൽ നിന്നെല്ലാം വിട്ടുമാറിയതുപോലെ. ഞാൻ അതിനുശേഷം ഇന്നിപ്പം കണ്ടിന്യൂ ഡ്യൂട്ടി, ഞാനൊരു 3 ആഴ്ച ഡ്യൂട്ടി ചെയ്യാത്ത ഞാൻ ഒരു മെഡിസിൻ ഞാൻ എടുത്തില്ല, ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയില്ല, ഒരു അഡ്മിറ്റ് ആയില്ല, തലയിനിട്ടില്ല. ഞാൻ ഇന്ന് കണ്ടിന്യൂ ഡ്യൂട്ടിയിലാണ്. ഞാനിപ്പോ 3 days ആയിട്ട് കണ്ടിന്യൂ ഡ്യൂട്ടിയാണ്. എനിക്ക് അത്രയും വലിയ ആരോഗ്യം എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കിപ്പോ ഒരു അത്ഭുതം പോലാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു കാര്യം ഞാൻ പറയുന്നത്, എനിക്ക് അന്നൊക്കെ എനിക്ക് വളരെയധികം ഞാൻ ശക്തമായിട്ട് ബൈബിൾ വായിക്കുവാനും ഒത്തിരി ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും എനിക്ക് സാധിച്ചില്ല. എനിക്ക് ആ സുഖമില്ലാതിരിക്കും വന്ന എനിക്കൊരു ലാഭമെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. കൂടുതൽ ദൈവത്തെ അറിയുവാനും കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുവാനും സാധിച്ച ആ കൃപയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രേഷ്ഠ ദൈവദാസന്മാരോട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. പിന്നെ ഹൈദരാബാദിലുള്ള ഞങ്ങളുടെ ട്രിനിറ്റി ഇന്റർനാഷണൽ നമ്മുടെ പ്രേയർ സെന്റർ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കാൻ. അനേകം ആൾക്കാർ കടന്നു വരുന്നുണ്ട്. നമുക്ക് തെലുങ്കേഴ്സ് അവർക്ക് അവരുടെ പ്രാർത്ഥന, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹോം വിസിറ്റിങ്ങിന് പോയിരുന്നു. സുഖമില്ലാത്തവരുടെ വീട്ടിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ പരിപൂർണ്ണ വിടുതലും ആശ്വാസവും ലഭിച്ച ഒരു സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ആ പ്രേയർസിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അനേക ആൾക്കാർ കടന്നു വരുവാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ട്രിനിറ്റി ഇന്റർനാഷണൽ ഈ ഹൈദരാബാദ് മൊത്തം നിറയുവാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങൾക്ക് കഴിയാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ട ദൈവദാസന്മാരോട് പ്രാർത്ഥന ചോദിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യം ഞാൻ ഇരുന്നു. താങ്ക് യു. സിസ്റ്റർ, ദൈവം അനുഗ്രഹിക്കുമാറട്ടെ. വലിയൊരു സാക്ഷ്യം നമുക്ക് കേൾക്കുവാനിടയായല്ലോ. കഴിഞ്ഞ ദിവസം ഞാനും കണ്ടതാണ്. ദിനശേഷം വളരെ 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 വേദനാജനകമായ അനുഭവത്തിൽ കടന്നു പോകാനിടയായി. വളരെ രോഗത്താൽ ഭാരപ്പെട്ടു. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം അത്ഭുതകരമായ ഒരു വിടുതൽ കൊടുക്കുവാനിടയായി. അനേകരുടെ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഉണ്ട് എന്ന് വീണ്ടും നമ്മെ ഉറപ്പിക്കുന്നതായ സാക്ഷി നമുക്ക് കേൾക്കുവാനിടയായി. വീണ്ടും ആ ദൈവദാസിയെ ബലപ്പെടുത്തേണ്ടതിന് വേണ്ടി കർത്താവ് അത്ഭുതകരമായ തന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി തന്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോ പാസ്റ്റർ ജോയ് സാംസൺ അവർ ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. കരുണാസമ്പന്നത്തിന് നീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല വൈകുന്നേര സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇന്റർനെറ്റ് ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ പ്ലാറ്റ്ഫോമിൽ വിവിധ ദേശങ്ങളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്ന് കർത്താവെ ഒരുമിച്ച് കൂടി വന്ന് ഇപ്രകാരമായിരിക്കാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. വിവിധ ഇടങ്ങളിൽ ഞങ്ങൾ നിങ്ങളുടെ മക്കളെ കാത്തു പരിപാലിച്ചുകൊണ്ടിരിക്കുന്നവരിലേക്ക് സ്തുതിക്കുന്നു. വിവിധ ഇടങ്ങളിൽ നിന്ന് പ്രാർത്ഥനാ സ്വരങ്ങൾ ഉയരുവാൻ തക്കവണ്ണം ഇപ്രകാരം ഒരു അവസരം ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹൈദരാബാദിൽ നിന്നുള്ള പ്രിയ ബീനസൗരിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മകളെ കർത്താവ് ധാരാളമായി അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാണമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ മരണത്തിന്റെ താഴ്വരയോളം എത്തത്തക്ക രീതിയിൽ കർത്താവ് രോഗത്താലൊക്കെ ഭാരപ്പെട്ടു, എന്നാലും ആശ്രയിക്കാതെ വന്ന് ദൈവം കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായി സ്തോത്രം. കർത്താവെ, ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ അവിടുത്തെ പ്രാർത്ഥനാ കൂട്ടായ്മകളെ കർത്താവ് അവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ടെ. അത് അവരിലൂടെ ആ ദേശം മുഴുവനും വ്യാപരിക്കപ്പെടുവാൻ അനേകം ദൈവത്തിലേക്ക് മനസ്സിലാൻ തക്കുന്ന കർത്താവ് സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വീണ്ടും അധികമാകുന്ന നന്മകളും അനുഗ്രഹങ്ങളും നൽകി മാനിച്ചാട്ടെ. മറ്റുള്ളവരും ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തുടർന്നുള്ള വചന ശുശ്രൂഷകളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കുമാറാകണം. രാത്രിക്കാലം ഞങ്ങളെ ഒരുമിച്ച് എല്ലാ തരത്തിലും അനുഗ്രഹിക്കുന്നതിലേക്ക് സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കഥാ പ്രാർത്ഥന കേട്ടാണ് സ്തോത്രം ചെയ്യുന്നു. വേഗത്തിൽ നമുക്ക് സമയത്തെ വലുതാവാക്കാതെ സന്ദേശത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മോട് ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ശ്രേഷ്ഠ ദൈവദാസൻ പാസ്റ്റർ ജോജി മാത്യു അവർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കാം. കർത്താവിന്റെ നാമം അനുഗ്രഹീതമായിരിക്കുന്ന വിശുദ്ധ ഞായറാഴ്ച സാജു തങ്കച്ചൻ പാസ്റ്റർ, ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയറിന്റെ ഫൗണ്ടർ ചെയർമാൻ ആയിരിക്കുന്ന തോമസ് അറിയാനെങ്കില് കുടുംബം, ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സണ്ണി മത്തായി പാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ
ജോസഫ് ചാക്കോ പാസ്റ്റർ, ഇതിന്റെ ഓരോ ഡിസ്ട്രിക്ട് കോർഡിനേറ്റേഴ്സ്, കർത്താവിന്റെ ശ്രേഷ്ഠന്മാരായ ദാസന്മാർ, കുഞ്ഞുങ്ങൾ, ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും വേഗം വരുന്നവനായ കർത്താവിന്റെ തുല്യമായ നാമത്തിലുള്ള ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഏതോ ഒരു ഡിവൈസ് ഓൺ ആണ്, ദയവായി മ്യൂട്ട് ചെയ്താൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത് രാത്രികാലം സന്നിധിയില് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം നൽകി തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾക്ക് വിശ്വസ്തനും മതിയായവനുമായിരുന്നു. ദൈവത്തിന്റെ കരുണയുടെ കരം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാണ് അതിന്റെ പിന്നിലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരോടുമുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. സ്തോത്രം. ശേഷാൽ ചില നാളുകളായി ഞാൻ ശ്വാസം മുട്ടലിൻ്റെതായിരിക്കുന്ന വലിയ പ്രയാസത്തിന് ഭാരപ്പെടുന്നു. അത് ഇടതടവില്ലാതെ എന്നെ വളരെ ശക്തമായ നിലയിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് സംസാരിക്കുവാൻ പോലും കഴിയാത്ത നിലയിലുള്ള ശ്വാസം മുട്ടൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അതിൻ്റെതായ പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എനിക്ക് ദീർഘനേരം സംസാരിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കുറച്ചു നേരം സംസാരിച്ചു കഴിയുമ്പോൾ ഭയങ്കരമായ രീതിയിലുള്ള അണപ്പാണ് എനിക്ക് ഉണ്ടാകുന്നത്. എന്നാൽ നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥന ഞാൻ ഇന്ന് രാത്രികാലം ചോദിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്റെ കഴിവോ എന്റെ പ്രാപ്തിയോ ഒന്നുമല്ല, ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ് ഇന്ന് രാത്രികാലം നിങ്ങളുടെ മുമ്പാകെ വചനവുമായി നിൽപ്പാൻ എന്നെ കർത്താവ് ശക്തീകരിച്ചു. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുന്നേ എനിക്ക് മെസ്സേജിനുള്ള അവസരം വന്നിരുന്നു. അന്ന് ഞാൻ വളരെയധികം സംസാരിപ്പാൻ പോലും തീരെ മേലാത്ത രീതിയിൽ സ്തോത്രം ഞാൻ പ്രയാസപ്പെട്ടിരുന്നു. ഞാൻ സണ്ണിപ്പാഷനെ വിളിച്ചു പറഞ്ഞ് മറ്റൊരാളെ ആക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെയുള്ള ശാരീരികമായ അസ്വസ്ഥതകൾ ഞാൻ അനുഭവിച്ചിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാൽ എനിക്കൊരു ആശ്വാസം ലഭിച്ചു. എന്നാൽ ഏത് ദിവസവും ശക്തമായ നിങ്ങളുടെ പ്രാർത്ഥന ഈ വിഷയത്തിന്മേൽ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ദൈവസന്നിധിയിൽ വളരെ വിനയത്തോട് താഴ്മയോടുകൂടെ ഓർപ്പിക്കുകയാണ്. ഈ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രെയർ നമുക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹമാണ്. ഇതിലുള്ള എല്ലാ ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു എല്ലാവരുമായി വ്യക്തിപരമായി ചുരുക്കം ചിലർക്കായിട്ട് വ്യക്തിപരമായ ബന്ധം കുറവാണെങ്കിലും മറ്റ് വ്യക്തിപരമായി നേരിട്ട് കണ്ട് സന്തോഷിക്കാനൊക്കെ ഉള്ള അവസരം കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. ദൈവം നമുക്ക് നൽകി തരുന്ന കൂട്ടായ്മകളൊക്കെ കർത്താവിന്റെ നാമമഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്തോത്രം. ദൈവം കർത്താവ് വരുവോളം ആ സ്നേഹത്തിൽ നിലനിൽപ്പാനായി കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ആരാധന നമുക്ക് നൽകി തന്നൊരു നല്ലൊരു കോയർ ടീം ശക്തമായ നിലയിൽ പരിശുദ്ധാത്മ നിറവിൽ കർത്താവിനെ ആരാധിപ്പാനായി ദൈവാവസരങ്ങളെ നൽകി തന്നു. ആരാധന എന്ന് പറയുന്നത് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുന്നതാണ്. സ്തോത്രം. നമ്മൾ വെറുതെ ഒരു പാട്ട് പാടുന്നതോ ഒരു സ്ലോ സോങ്ങിൽ പാടുന്നതോ ഒന്ന് മാത്രമല്ല ആരാധന എന്ന് പറയുന്നത്. സ്തോത്രം. ആരാധന എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നമ്മുടെ സമ്പൂർണമായിരിക്കുന്ന സമർപ്പണമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് നമ്മുടെ ശാരീരികവും മാനസികവുമായുള്ള നിലയിൽ ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധത്തെ കുറയ്ക്കുന്ന ഒന്നാണ്. സ്തോത്രം. വചനം പറയുന്നു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും അവനെ നമസ്കരിക്കുകയാണ്. ഹല്ലേലൂയ. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്തോത്രം ആത്മാ സാന്നിധ്യം അനുഭവിച്ച് ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് വേണം നാം ദൈവത്തെ ആരാധിക്കുവാൻ. സ്തോത്രം. ആത്മാവിലും സത്യത്തിലും നാം എന്ത് ചെയ്യണം? നമസ്കരിക്കും. സത്യദൈവമായിരിക്കുന്ന കർത്താവിനെ സ്തോത്രം സത്യസന്ധമായി വേണം നാം ആരാധിക്കുവാൻ. എന്ന് പറഞ്ഞാൽ സ്തോത്രം മറ്റുള്ളവരെ കാണിക്കുവാൻ പുറമേയുള്ള പ്രകടനങ്ങളോ തുള്ളലോ ചാട്ടമോ അന്യഭാഷയോ അല്ല, മറിച്ച് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ആത്മാവിൽ കർത്താവിനെ സ്തുതിപ്പാനിടയായി തീരണം. സ്തോത്ര. ഹല്ലേലൂയ. ഈ ആരാധന എന്ന് പറയുന്നത് ഹല്ലേലൂയ അത് നമ്മുടെ നിത്യജീവിതത്തിൽ നാം എത്രമാത്രം പ്രാധാന്യം ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കി തരുന്നു. സ്തോത്ര. ഹല്ലേലൂയ. അല്ലെങ്കിൽ എത്രത്തോളം നാം നമ്മുടെ ദൈവത്തെ മുൻനിർത്തി കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് വ്യക്തമായി വെളിവാക്കുന്നതാണ് ആരാധനകൾ എന്ന് പറയുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. ആരാധന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള അഗാധമായ സ്നേഹവും പരിപൂർണമായ സമർപ്പണവും അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തുന്നതാണ് നമ്മുടെ ആരാധനയെന്ന്
പറയുന്നത്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ആരാധനയായി തീരുവാൻ ഹല്ലേലൂയ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് രാത്രികാലം സ്തോത്രം ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്താം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അവൻ ദൈവമായിരിക്കിയാൽ നാം അവനെ ആരാധിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അല്ലെങ്കിൽ ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ട്, നാം അങ്ങോട്ട് സ്നേഹിച്ചത് കൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുകയല്ല. സ്തോത്രം. ഹല്ലേലൂയ ഉലക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ സ്നേഹിച്ച്, ദൈവം നമ്മെ കണ്ടതുകൊണ്ട്, ദൈവം നമ്മെ വീണ്ടെടുത്തത് കൊണ്ട്, നമ്മുടെ പേര് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം വേർച്ചനെ വിളിച്ചത് കൊണ്ട് ഇന്ന് രാത്രികാലം നാം അവനെ ആരാധിക്കുവാൻ തക്കവണ്ണം പ്രാപ്തരായി തീർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നാം ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. നാഴിക വരുന്നു ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്ക് ദൈവകരങ്ങളില് സ്തോത്രം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട്, വിധേയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ ദൈവിക സാന്നിധ്യ ബോധത്തോടു കൂടെ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. രാത്രികാലം കർത്താവ് നമ്മെ അതിനെ ശക്തീകരിക്കുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് രാത്രികാലത്തെ അല്പാനിമിഷത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രികാലത്തെ വചനചിന്തനത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. നാം ദൈവദാസന്മാരാണ് അനവധി തവണ പ്രസംഗിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ്. സ്തോത്രം. ഒരു പക്ഷെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു പ്രത്യേകതയൊന്നും കാണാൻ കഴിയത്തില്ലായിരിക്കും. എന്നാൽ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രികാലം ഈ വചനത്തിലൂടെ ചില ഹൃദയങ്ങളെ തൊടുവാൻ ഇടയായി തീരട്ടെ. സ്തോത്രം. നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവരെന്ന് കാണാൻ ശ്രമിച്ചു. വളർച്ചയെ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാൽ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടത് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേൽപോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവരും അബ്രഹാമിന്റെ മകനാകി ഈ വീട് രക്ഷ വന്നിരിക്കുന്നു, കാണാതെ പോയെന്ന് പറഞ്ഞു. നമുക്കൊക്കെ വളരെ സുപരിചിതമായിരിക്കുന്ന വേദഭാഗമാണ്. സ്തോത്രം. സക്കായിയെ കുറിച്ച് നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള, ഒത്തിരി പ്രസംഗിച്ചിട്ടുള്ളവരുമാണ്. സ്തോത്രം. അല്ലെ ഈ സക്കായിയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവിടെ കാണാൻ നമുക്ക് കഴിയുന്നൊരു കാര്യം എന്നുള്ളത് സ്തോത്രം. അവൻ 2-ാം വാക്യം പറയുന്ന അവൻ ചുങ്കക്കാരിൽ പ്രമാണിയും സ്തോത്രം ധനവാനുമായിരുന്ന ഒരു വ്യക്തിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. തനിക്ക് സമൂഹത്തിൽ റോമാ ഗവൺമെന്റിന്റെ ചുങ്കം പിരിവുകാരനായി ടാക്സ് കളക്ടറായി ഒരു സ്തോത്രം ഉന്നതമായിരിക്കുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സക്കായി എന്ന് പറയുന്നത്. സ്തോത്രം. സക്കായി എന്ന വാക്കിന്റെ അർത്ഥം നീതിയുള്ളവൻ, അല്ലെങ്കിൽ നിഷ്കളങ്കൻ, ഇന്നസെന്റ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം തന്റെ പേര് നീതിയുള്ളവനാണെങ്കിലും സ്തോത്രം തന്റെ ജോലി എന്തുള്ളതായിരുന്നില്ല, നീതിയുള്ള ജോലിയായിരുന്നില്ല. സ്തോത്രം. നമുക്കറിയാം. ഹല്ലേലൂയ. അവൻ ചുങ്കം പിരിച്ച് വളരെ ധനികനും പ്രമാണിയുമായി തീർന്ന ഒരു വ്യക്തിയാണ്. സ്തോത്രം. ചുങ്കക്കാരിൽ പ്രമാണിയും ധനികനുമായ സക്കായി എന്ന പേരുള്ള ഒരു പുരുഷൻ. സ്തോത്രം. റോമാ ഗവൺമെന്റിന്റെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഒരു ഉന്നതമായിരിക്കുന്ന പൊസിഷനിൽ ചുങ്കക്കാരിൽ പ്രമാണിയായിരിക്കുന്ന നേതാവായിരിക്കും, ടാക്സ് കളക്ടേഴ്സിന്റെ നേതാവായിരിക്കുന്ന ഒരു വ്യക്തി. സ്തോത്രം. ഹല്ലേലൂയ. അവര് ഈ ചുങ്കം പിരിച്ച് ധനികനായി തീർന്ന ഒരു വ്യക്തിയാണ്. സ്തോത്രം. കാരണം അവർക്ക് അന്ന് കാലത്ത് ചുങ്കം കൊടുക്കുമ്പോൾ സ്തോത്രം അത് രാജാവിന് കൊടുക്കേണ്ടതിലും അധികമായി എന്ത് ചെയ്യും, അവര് പിരിച്ചെടുക്കുവാനായിട്ട് ഇടയായി തീരും. അതിൽ നിന്ന് സ്തോത്രം അവര് രാജാവിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് ബാക്കി എന്ത് ചെയ്യും, അവരുടെ ആവശ്യത്തിലേക്ക് അത് അവര് സമ്പാദിച്ചു വെക്കുവാനായിട്ട് ഇടയായി തീരുന്നു. സ്തോത്രം. അതുപോലെ തന്നെ ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നത് കൊണ്ട് തന്റെ കീഴിലുള്ള മറ്റു ചുങ്കക്കാരിൽ പിരിച്ചു കൊണ്ടുവരുന്നത് അവരിൽ നിന്നും എന്ത് ചെയ്യും,
കളക്ട് ചെയ്ത് സ്തോത്രം സമ്പാദിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ ചുങ്കക്കാരിൽ പ്രമാണിയും ധനികനുമായി തീർന്നു സ്തോത്രം. അതായത് ലോങ് ഇയേഴ്സ് ആയിട്ട്, ദീർഘവർഷങ്ങളായിട്ട് സ്തോത്രം. നമുക്കറിയാമല്ലോ, നമുക്ക് ആദ്യമായി ജോലിയിൽ കയറുന്നവർ ആരെയും ചെയ്തില്ല, പെട്ടെന്ന് കയറി ഹയർ പോസ്റ്റിലേക്ക് നമ്മൾ നിയമിക്കാറില്ല സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ താന് ദീർഘവർഷങ്ങളായി ഈ ചുങ്കം പിരിവ് നടത്തി പണം സമ്പാദിച്ച് അവരുടെ പ്രമാണിയായി തീർന്ന ദീർഘവർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടാക്സ് കളക്ടർ ആയിരുന്നു സക്കായി എന്ന് പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന സക്കായി സ്തോത്രം സമൂഹത്തിൽ ഹല്ലേലൂയ സ്ഥാനവും സാമ്പത്തിക നിലയിൽ ഉയർന്ന നിലവാരമുള്ള വ്യക്തി സ്തോത്രം. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ ജനങ്ങളുടെ ഇടയിൽ വെറുക്കപ്പെട്ട, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ യാതൊരു സ്വീകാര്യതയും ഇല്ലാത്തൊരു വ്യക്തി എന്ന് വേണം സക്കായിയെ കുറിച്ച് പറയാൻ. കാരണം ടാക്സ് കളക്ടേഴ്സിനെയൊക്കെ ആരും വലിയ നല്ല മനുഷ്യരായിട്ടൊന്നും കണ്ടില്ല. അവരൊക്കെ സ്തോത്രം താഴെയായിട്ട് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു, യേശു പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ യേശുവിനെ കുറിച്ച്, യേശു സക്കായുടെ വീട്ടിൽ പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് സ്തോത്രം. അപ്പൊ പാപിയാണെന്നുള്ള ഒരു കൺസെപ്റ്റ്, പാപിയാണെന്നുള്ളൊരു കൺസെപ്റ്റ് ഈ ചുങ്കക്കാരെ കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം അവർക്കുണ്ടായിരുന്നു സ്തോത്രം. അങ്ങനെ ധനികനാണെങ്കിലും സ്തോത്രം താന് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം സമൂഹത്തിൽ നിലയില്ലാത്തൊരു വ്യക്തിയായിരുന്നു സ്തോത്രം. അങ്ങനെയുള്ള ഒരു വ്യക്തി യേശു എങ്ങനെയുള്ളവരെന്ന് കാണുവാൻ എന്ത് ചെയ്തു സ്തോത്രം ശ്രമിച്ചു. യേശുവിനെ കുറിച്ചുള്ള വാർത്ത തന്റെ ചെവികളിൽ എത്തുവാനിടയായി തീർന്നു. അവൻ യെരിഹോവിൽ എത്തിയപ്പോൾ സ്തോത്രം യേശു യെരിഹോവിൽ എത്തിയപ്പോൾ യേശു എങ്ങനെയുള്ളവനാണെന്ന് കാണുവാനായിട്ടുള്ള വലിയൊരു ആഗ്രഹം സ്തോത്രം ഹല്ലേലൂയ ഈ സക്കായിക്ക് ഉണ്ടായി. ഹല്ലേലൂയ. സക്കായിയുടെ ജീവിതത്തിൽ യേശുവിനെ കുറിച്ച് മുൻപുള്ള സ്തോത്രം യേശുവിന്റെ ശുശ്രൂഷകളെ കുറിച്ച് താൻ കേൾക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് യേശുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം, ആൾ എങ്ങനെയുള്ളവനാണെന്ന് അറിയണം എന്ന് സ്തോത്രം അറിയുവാനായിട്ട് താൻ വളരെ ഒരു ആഗ്രഹത്തോടു കൂടിയായിരുന്നു സ്തോത്രം. ഇവിടെ സ്തോത്രം ഞാൻ കോഴിക്കോടായിരുന്ന സമയത്ത് സ്തോത്രം അവിടെ ടൗൺ അടുത്ത് നരേന്ദ്രമോദി അടുത്ത് വന്നു സ്തോത്രം. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയുടെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ ഹെലിപ്പാഡുള്ളത്, മിലിറ്ററിയുടെ ഹെലിപ്പാഡുള്ളത് സ്തോത്രം. അവിടെ വന്നപ്പോൾ ഒരുപാട് ജനം സ്തോത്രം നരേന്ദ്രമോദിയെ കാണുവാനായിട്ട് സ്തോത്രം ആ ഗ്രൗണ്ടിന്റെ അടുത്ത് വന്നു സ്തോത്രം. കാരണം നരേന്ദ്രമോദി ഒരുപാട് ഇന്നത്തെ കാലത്ത് ഒത്തിരി സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഉള്ളത് കൊണ്ട് നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഒക്കെ ഒത്തിരി നമ്മൾ കണ്ടിട്ടുണ്ട്, ആളെ കണ്ടുപരിചയമുണ്ട്. എന്നാൽ അദ്ദേഹം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തു ആ ഗ്രൗണ്ടിന് ചുറ്റും വന്ന് നിരക്കുവാനായിട്ട് ഇടയായത് അദ്ദേഹത്തെ കാണുവാനായിട്ട് സ്തോത്രം. എന്നാൽ അന്നത്തെ കാലത്ത് അങ്ങനെ സോഷ്യൽ മീഡിയയോ അങ്ങനെ യാതൊരു മാധ്യമമോ ഒന്നുമില്ല സ്തോത്രം. യേശുവിനെ കുറിച്ചുള്ള ശ്രുതി കേട്ടു സ്തോത്രം. സക്കായി യേശു എങ്ങനെയുള്ളവനെന്ന് അറിയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം കാണുവാൻ ശ്രമിച്ചു സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ വളർച്ചയ്ക്കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം അവന് കഴിഞ്ഞില്ല സ്തോത്രം. എന്നാൽ തന്റെ ഹൃദയത്തിന് വലിയ ആഗ്രഹമായിരുന്നു ഏത് വിധേനയും യേശുവിനെ കാണുക എന്നുള്ളത് സ്തോത്രം. എന്നാൽ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ അതിന് യേശുവിനെ കാണുന്നതിന് തടസ്സമായിട്ടുണ്ടായിരുന്നു സ്തോത്രം. ഒന്നാമത്തെ ഒരു തടസ്സം എന്ന് പറഞ്ഞാൽ അവൻ വളർച്ചയിൽ കുറിയവനായിരുന്നു സ്തോത്രം. രണ്ടാമത് പുരുഷാരം ഉണ്ടായിരുന്നു സ്തോത്രം. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവന്റേതായ ജീവിതത്തിലെ ചില കുറവുകളായിരുന്നു സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമതെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്നുള്ള ചില പ്രശ്നങ്ങൾ. ഹല്ലേലൂയ. ഈ രണ്ട് പ്രശ്നങ്ങൾ നിമിത്തം സക്കായിക്ക് യേശുവിനെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല സ്തോത്രം. ഹല്ലേലൂയ. അവിടെ എങ്ങനെയാ വായിക്കുന്നത്? മൂന്നാം വാക്യം വായിക്കുന്നു, വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല സ്തോത്രം. ഹല്ലേലൂയ. തന്റേതായിരിക്കുന്ന ജീവിതത്തിൽ ഒരു കുറവാണ് സ്തോത്രം. തനിക്ക് തന്റെ പൊക്കമില്ലായ്മ സ്തോത്രം. ആ കുറവ് കൊണ്ട് യേശുവിനെ കാണുവാനായിട്ട് തനിക്ക് കഴിഞ്ഞില്ല സ്തോത്രം. രണ്ടാമതായിട്ട് സ്തോത്രം അവന്റെ അഭിമുഖീകരിച്ച പ്രശ്നം എന്ന് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ വലിയൊരു പുരുഷാരം യേശുവിന് ചുറ്റും കൂടി തനിക്ക് യേശുവിനെ കാണുവാൻ കഴിയാത്ത നിലയിലുള്ള സമൂഹത്തിൽ നിന്നുള്ള ഒരു കൂട്ട സമൂഹം തനിക്ക് അതിന് മറവായി നിൽക്കുന്നു സ്തോത്രം. ഈ രണ്ട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുക എന്നുള്ളതാണ് തന്റെ യേശുവിനെ കാണുവാൻ മുമ്പിലുള്ള വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് സ്തോത്രം. അങ്ങനെ സക്കായി എന്ത് ചെയ്തു സ്തോത്രം? ഹല്ലേലൂയ. ഏത് വിധേനയും ഹല്ലേലൂയ യേശുവിനെ കാണണമെന്നുള്ള ഹൃദയത്തിലുള്ള ആഗ്രഹം ഹല്ലേലൂയ നിമിത്തം സ്തോത്രം ഹല്ലേലൂയ താൻ എന്ത് ചെയ്തില്ല? തന്റെ ജീവിതത്തിലെ കുറവ് അതൊരു കുറവായി നിൽക്കട്ടെ, ഇത് കാണണ്ട, എനിക്ക് പൊക്കം വെച്ചിട്ട് കാണാമെന്നൊന്നും താൻ ചിന്തിച്ചില്ല സ്തോത്രം. പുരുഷാരമുണ്ടല്ലോ, പുരുഷാരം നിമിത്തം കാണാൻ കഴിയത്തില്ല, എന്നാൽ ഈ ശ്രമം ഉപേക്ഷിച്ചേക്കാമെന്നും താൻ ചിന്തിച്ചില്ല. താൻ എന്ത് ചെയ്തു? നേരെ ഹല്ലേലൂയ
യേശു വരുന്ന വഴി ഏതാണെന്ന് മനസ്സിലാക്കി, യേശു പോകുന്ന പാത ഏതാണെന്ന് മനസ്സിലാക്കി, യേശു വരുന്നതിന് മുമ്പേ ആ പാതയിലേക്ക് ഓടി, മുമ്പോട്ട് ഓടി, ഹല്ലേലൂയ, തനിക്ക് ഏത് വിധേനയും യേശുവിനെ കാണുവാൻ കഴിയുമോ എന്നുള്ള ഹല്ലേലൂയ ഒരു ആഗ്രഹത്താൽ സ്തോത്രം താൻ മുൻപോട്ട് ഓടി, ഹല്ലേലൂയ, താൻ ഓടുന്ന വഴിയിൽ ഹല്ലേലൂയ താൻ ഒരു കാട്ടത്തിൽ കാണുവാൻ ഇടയായി തീർന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതിൽ താനൊരു മരം കയറ്റക്കാരനോ താൻ ഒരു മരം കയറ്റ എക്സ്പേർട്ട് ഒന്നുമല്ല, സ്തോത്രം. എങ്കിലും താൻ എന്ത് ചെയ്തു, സ്തോത്രം, യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹം നിമിത്തം സ്തോത്രം താൻ എന്ത് ചെയ്തു, ആ കാട്ടത്തിമേൽ വലിഞ്ഞു കയറുവാനായിട്ടിടയായി, സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം സ്തോത്രം ഈ സക്കായിയുടെ ലൈഫിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന സ്തോത്രം ഉണ്ടെങ്കിൽ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കാണുവാൻ ഒരാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളോ നമ്മുടെ സമൂഹത്തിൽ നാം അനുഭവിക്കുന്ന എതിർപ്പുകളോ തടസ്സങ്ങളോ ഒന്നും ഒരു തടസ്സമല്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ വലിയൊരു വാഞ്ച, വലിയൊരു ആഗ്രഹം അതിന്മേലുണ്ടെങ്കിൽ, സ്തോത്രം, അത് നമുക്ക് നിവർത്തിക്കുക തന്നെ ചെയ്യും, സ്തോത്രം. ഹല്ലേലൂയ. ഏതൊരു സ്തോത്രം കാര്യത്തിന്റെ നിവർത്തീകരണത്തിനും ഹൃദയത്തിന് ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം, സ്തോത്രം. ഹല്ലേലൂയ. ആഗ്രഹങ്ങളാണ് മനുഷ്യനെ മുമ്പോട്ട് നീങ്ങുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ചാലക ശക്തിയായി നിൽക്കുന്നത്, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇന്ന് രാത്രികാലം സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, സക്കായിയെ പോലെ സ്തോത്രം യേശുവിനെ ഏതു വിധേനയും കാണുവാൻ, യേശുവിനെ ഏത് വിധേന അടുത്തറി ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം മാത്രമേ സക്കായിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, സ്തോത്രം. അതിനുവേണ്ടി എന്ത് ചെയ്തു, താൻ വളരെയധികം ബന്ധപ്പെട്ട് ഓടുവാനിടയായി തീർന്നു, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. തന്നെ ആരും കാണരുത്, എന്നാൽ എന്ത് ചെയ്യണം, എനിക്ക് യേശുവിനെ കാണും. ഇതായിരുന്നു തന്റെ ഹൃദയത്തിലെ ആഗ്രഹം, സ്തോത്രം. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാലേ അവൻ മുൻപോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി, സ്തോത്രം. ഹല്ലേലൂയ. അവൻ കാട്ടത്തിപ്പഴം പറിച്ചു തിന്നാൻ വേണ്ടിയല്ല കാട്ടത്തിമേൽ കയറിയത്, സ്തോത്രം. അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ഒന്ന് മാത്രമേ ഉള്ളൂ, ഏത് വിധേനയും യേശുവിനെ ഒന്ന് കാണണം. എന്നാൽ യേശു എന്നെ കാണരുത്, സ്തോത്രം. യേശു എന്നെ കാണണ്ടേ, എനിക്ക് എങ്ങനെയെങ്കിലും യേശു എങ്ങനെയുള്ളവനെന്ന്, സ്തോത്രം. അത് നമുക്ക് മൂന്നാം വാക്യം ആരം വായിക്കുമ്പോൾ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. എങ്ങനെയുള്ളവനാണെന്നൊന്നും ദൂരവേ നിന്ന് കണ്ടു മനസ്സിലാക്കി, അല്ലെങ്കിൽ രഹസ്യമായി നിന്ന് കണ്ടു മനസ്സിലാക്കി മടങ്ങിപ്പോകുവാൻ ആഗ്രഹിച്ച ഒരു സക്കായി, സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അവൻ യേശു എങ്ങനെയുള്ളതെന്ന് കാണുവാൻ ഓടി അവനൊരു കാട്ടത്തിമേൽ കയറി, സ്തോത്രം. യേശു ആ വഴിയായി വരികയായിരുന്നു, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കണമേ, സ്തോത്രം, ഹൃദയത്തിൽ ആഗ്രഹമുള്ളവൻ, സ്തോത്രം, യേശു ഏതു വഴിയാ വരുന്നതെന്ന് മനസ്സിലാക്കി ആ വഴിയിൽ യേശുവിനെ കാണുവാനുള്ള പരിശ്രമം നടത്തി, സ്തോത്രം. ഹല്ലേലൂയ. യേശു ആ വഴിയായി വരികയായിരുന്നു, സ്തോത്രം. ഇന്ന് രാത്രികാലം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, പലപ്പോഴും, സ്തോത്രം, നാം ചിന്തിക്കും, സ്തോത്രം, ഈ വഴിയെ യേശു വന്നിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന്, സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, സക്കായി എന്താ ചെയ്തത്, യേശു വരാൻ സാധ്യതയുള്ള വഴിയിലൂടെ മുമ്പോട്ട് ഓടി കാട്ടത്തിമേൽ കയറി യേശുവിന്റെ വരവനായി കാത്തിരുന്നു, സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ, സ്തോത്രം, ഹല്ലേലൂയ, യേശു, ഹല്ലേലൂയ, അവൻ കാട്ടത്തിമേൽ കയറുന്നതിന് മുന്നേ അവനെ അറിഞ്ഞിരുന്നു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടത് കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേൽപോട്ട് നോക്കി, സ്തോത്രം. യേശു ചെയ്തു, നടന്ന ശുശ്രൂഷ പുരുഷാരത്തിന്റെ ഒരു കൂട്ടം പുരുഷാരം തനിക്ക് ചുറ്റും നിൽക്കുന്നു, സ്തോത്രം. ഹല്ലേലൂയ. ഈ സക്കായിയെ സംബന്ധിച്ച് നോക്കുമ്പോഴും, സ്തോത്രം, തനിക്ക് വലിയൊരു പ്രതിബന്ധമായിരുന്നു, സ്തോത്രം. യേശുവിന്റെ ചുറ്റുമുള്ള പുരുഷാരം തനിക്ക് വലിയൊരു പ്രതിബന്ധമായിരുന്നു, സ്തോത്രം. യേശുവിനെ കാണുവാൻ കഴിയാത്ത നിലയിൽ, ഹല്ലേലൂയ, ഈ പുരുഷാരം തനിക്ക് വലിയ പ്രതിബന്ധമായി നിന്നിരുന്നു, സ്തോത്രം. ഹല്ലേലൂയ. കാരണം തന്റെ ജീവിതത്തിലെ ഒരു കുറവ്, സ്തോത്രം, തന്റെ പൊക്കമില്ലായ്മ യേശുവിനെ കാണുവാനായി തടസ്സമായി നിന്നും. ഹല്ലേലൂയ. ആ കുറവ്, ഹല്ലേലൂയ, പുരുഷാര നിമിത്തം എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല, സ്തോത്രം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളും അല്ലെങ്കിൽ സമൂഹത്തിലും നിന്ന് അനുഭവിക്കുന്നതായിരിക്കുന്ന ചില കുറവുകളും, സ്തോത്രം, നമുക്ക് യേശുവിന്റെ അടുക്കലേക്ക് വരുവാൻ ഒരു തടസ്സമായി നിൽക്കാം, സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ഹൃദയത്തിൽ അതിയായ വാഞ്ചയും അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ, സ്തോത്രം,
ഹല്ലേലൂയ, അതിന്മേലെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. സ്തോത്രം. യേശു ആ സ്ഥലത്ത് എത്തിയപ്പോൾ സ്തോത്രം ഹല്ലേലൂയ മേൽപോട്ട് നോക്കി. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. യേശു പറഞ്ഞു, സക്കായിയെ ഇറങ്ങി വാ. സ്തോത്രം ഹല്ലേലൂയ. സക്കായി മുകളിലുണ്ടെന്ന് ആരും പറഞ്ഞില്ല. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ആ യേശു ആ കാട്ടത്തിയുടെ മുകളിൽ എത്തിയപ്പോൾ, അടുത്തെത്തിയപ്പോൾ സ്തോത്രം മുകളിലേക്ക് നോക്കി അവനെ വിളിച്ചു, അവനെ പേർ ചൊല്ലി വിളിക്കുവാനിടയായി. സക്കായിയെ എന്ത് ചെയ്യുക? നീ ഇറങ്ങി വരിക. സ്തോത്ര ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മെ പേർ ചൊല്ലി വിളിക്കുന്നവനായിരിക്കുന്ന ഒരു കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. നാം പ്രത്യേകിച്ച് ഒരു പബ്ലിസിറ്റി കൊടുക്കേണ്ട, നമ്മുടെ പേര് എഴുതി കൊടുത്ത് പബ്ലിസിറ്റി വിളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്തോത്ര ഹല്ലേലൂയ. നമ്മ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. തിരുവചനം പറഞ്ഞു, ഞാൻ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ നമ്മെ കണ്ടവനായിരിക്കുന്ന കർത്താവ്, നമ്മെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നതായിരിക്കുന്ന കർത്താവ്, ഉലക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ കണ്ടവനായിരിക്കുന്ന കർത്താവ് ഇന്ന് രാത്രികാല ഹല്ലേലൂയ നിന്റെ ജീവിതത്തെ കാണുവാൻ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ അറിഞ്ഞ് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായി കർത്താവ് കൂടെയുണ്ട്. ആമേൻ. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. അവിടെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേൽപോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നുവെന്ന് അവനോട് പറഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. സക്കായിയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യാ? വേഗം ഇറങ്ങി വാ. സ്തോത്രം ഹല്ലേലൂയ. യേശുവിന്റെ ആ വിളി കേട്ടപ്പോൾ സ്തോത്രം ഹല്ലേലൂയ. എന്നാ യേശു പൊക്കോ, ഞാൻ യേശുവിനെ ഒന്ന് കാണാൻ വന്നതാ, യേശു പൊക്കോ, ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ വരുന്നില്ല. സ്തോത്രം. യേശു പൊക്കോ, നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പൊക്കോളാമെന്ന് സക്കായി പറഞ്ഞില്ല. സ്തോത്രം ഹല്ലേലൂയ. യേശു പേർ വിളിച്ചുടനെ എന്ത് ചെയ്തു? സക്കായി അനുസരണത്തോടുകൂടെ ബന്ധപ്പെട്ട് അവൻ ആ കാട്ടത്തിന്മേൽ ഇറങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ അത് കേട്ട് അത് അനുസരിച്ച് ഹല്ലേലൂയ നാം മുമ്പോട്ട് പോകുവാൻ തയ്യാറായാൽ, സ്തോത്രം ആ വിളിക്ക് ഹല്ലേലൂയ നാം പ്രതികരിക്കുവാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതിയെ മാറ്റുവാൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. സക്കായിയെ പേർ ചൊല്ലി വിളിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവൻ ആ വിളിക്ക് അനുസരണക്കേട് കാണിക്കാതെ സ്തോത്രം ഹല്ലേലൂയ അനുസരണത്തോടുകൂടെ സ്തോത്രം ഹല്ലേലൂയ താൻ ബന്ധപ്പെട്ടിറങ്ങി. സ്തോത്രം ഹല്ലേലൂയ. താൻ എങ്ങനാ കയറിയെന്ന് അറിയത്തില്ല. സ്തോത്രം. എന്നാൽ കർത്താവിന്റെ വിളിക്ക് മുമ്പേ ബന്ധപ്പെട്ടിറങ്ങി. സ്തോത്രം. വളരെ പാടുപെട്ട താൻ ഇറങ്ങിയത്. സ്തോത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ. പലരും ഇതുപോലെ ഹല്ലേലൂയ നമ്മൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ അല്ലെ, വളരെ പാടുപെട്ട ഇറങ്ങുന്നത്. സ്തോത്രം ഹല്ലേലൂയ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുമ്പോഴും കർത്താവ് വിളിക്കുമ്പോഴും ഇറങ്ങാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. സ്തോത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ തന്നെയായിരുന്നു സക്കായിയും. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം വളരെ ബന്ധപ്പെട്ട് ഇറങ്ങി. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം ബന്ധപ്പെട്ടതാണ് താൻ ഇറങ്ങിയതെങ്കിലും സ്തോത്രം കർത്താവിനെ സന്തോഷത്തോടെ കൈകൊണ്ടു. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ തന്നെയല്ലേ വായിക്കുന്നത് അവിടെ. സ്തോത്രം 6-ാം വാക്യം വായിക്കുന്നത്, അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. സ്തോത്രം ഹല്ലേലൂയ. നാം ബന്ധപ്പെട്ടാണ് നാം ഇറങ്ങുന്നതെങ്കിലും സ്തോത്രം കർത്താവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ടാൽ സ്തോത്രം അവന്റെ ജീവിതം മാറുവാനിടയായി തീരും. സ്തോത്രം ഹല്ലേലൂയ. നോക്കണമേ, സക്കായിയെ സംബന്ധിച്ച് നമുക്ക് അവിടെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം സ്തോത്രം ഹല്ലേലൂയ, താന് ഒരു സമൂഹത്തിലെ പ്രധാനിയായിരിക്കുന്ന വ്യക്തി, ആരും തന്നെ കാണരുതെന്ന് പറഞ്ഞ് കാട്ടത്തിമേൽ ഒളിച്ചിരിക്കുന്ന വ്യക്തി. സ്തോത്രം ഹല്ലേലൂയ. ആ സമൂഹം പാപിയാണെന്ന് മുദ്ര കുത്തിയിരിക്കുന്ന വ്യക്തി. സ്തോത്രം ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി മാത്രം ഹല്ലേലൂയ ഒരു കാട്ടത്തിമേൽ കയറിയ വ്യക്തി. സ്തോത്രം. അത് ആരും അവരെല്ലാം പോയിട്ട് പുരുഷാരമെല്ലാം പോയിട്ട് യേശുവെല്ലാം കടന്നു പോയിട്ട് ആരും അറിയാതെ ഇറങ്ങി പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി. സ്തോത്രം ഹല്ലേലൂയ. ആ തന്റെ ഹൃദയത്തിലെ യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹം മാത്രം ഹല്ലേലൂയ ജീവിതത്തിൽ വന്നപ്പോൾ അവർ കാട്ടത്തിമേൽ കയറി. എന്നാൽ യേശു അവന്റെ അടുക്കൽ ചെന്ന് അവനെ വിളിച്ചപ്പോൾ ആ വിളിക്ക് ഒന്നും മറുതലിക്കാതെ വിളി കേട്ട് അനുസരണത്തോടുകൂടെ അവൻ ഇറങ്ങി വരുവാനിടയായി തീർന്നു. അവൻ യേശുവിനെ കൈക്കൊള്ളുവാനിടയായി തീർന്നു. സ്തോത്രം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ യേശുവിന്റെ വിളി കേട്ട് അവനെ കൈക്കൊള്ളുന്നുവെങ്കിൽ സ്തോത്രം നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതിയെ മാറ്റുവാനിടയായി തീർന്നു. സ്തോത്രം. ആ ഒരൊറ്റ വിളി, യേശുവിന്റെ ഒറ്റ വിളിയിൽ അനുസരണത്തോടുകൂടെ ദൈവസ്ഥിതിയിലേക്ക് യേശുവിന്റെ അടുക്കലേക്ക് അവൻ ഇറങ്ങി വന്നത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുവാനിടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. സമൂഹം പാപി എന്ന് മുദ്ര കുത്തിയവൻ. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ അവന്റെ ജീവിതം ഒരു ടേണിംഗ് പോയിന്റ് ആണ്. സ്തോത്രം. ആ വിളിക്ക് താൻ പ്രതികരിക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. യേശുവിന്റെ വിളിക്ക് മുമ്പാകെ താൻ പ്രതികരിച്ചപ്പോൾ അവന്റെ ലൈഫ് തന്നെ ചേഞ്ച് ആകുവാനിടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. അവന്റെ ജീവിതം അവനും ഒരു മാനസാന്തരം ഉണ്ടാകുവാനിടയായി തീർന്നു. സ്തോത്രം. അവൻ യേശുവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ടപ്പോൾ ഹല്ലേലൂയ അവന്റെ ജീവിതത്തിൽ വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ട് അത് സംഭവിപ്പാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. കണ്ടവരെല്ലാം ഹല്ലേലൂയ അവനെ യേശുവിനെ സ്തോത്രം
സ്തോത്രം. ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. സ്തോത്ര ഹല്ലേലൂയ. കണ്ടവരെല്ലാം എന്ത് ചെയ്തു? അവൻ പാപിയാണെന്ന് പറഞ്ഞ്, സ്തോത്ര ഹല്ലേലൂയ, ഇവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർക്കാനായിട്ട് പോകുന്നു. അല്ലെങ്കിൽ യേശു പറഞ്ഞു, സ്തോത്രം, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞപ്പോൾ, സ്തോത്ര ഹല്ലേലൂയ, ഇറങ്ങി വന്നപ്പോൾ യേശുവിന്റെ ഭവനത്തിലേക്ക് സക്കായുടെ ഭവനത്തിലേക്ക് പോകുവാൻ എന്ത് ചെയ്തു? സ്തോത്രം, യേശു ഒരുങ്ങി. അപ്പോൾ പുരുഷാരം പറയുകയാണ്, സ്തോത്രം, അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന്. സ്തോത്രം ഹല്ലേലൂയ. പലരും സമൂഹം നമ്മെ പല തരത്തിൽ പരിഹസിക്കുകയും അപമാനിക്കുകയും നിന്ദിക്കുകയും ദുഷിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ, നമുക്ക് ദൈവവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ പരിഹാസമോ ഈ നിന്ദയോ ഈ അപമാനമോ ഒന്നും ഒരു വിഷയമല്ല. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം മുമ്പാകെ, സ്തോത്രം, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒരു സന്തോഷത്തിന്റെ അനുഭവം, ഒരു ജീവിതത്തിന്റെ ഒരു ലൈഫ് ചേഞ്ചിങ് അനുഭവം ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ, സ്തോത്രം, അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. സ്തോത്രം, സ്തോത്രം. അവിടെ നമുക്ക് ഇങ്ങനെ കാണുന്ന, ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സ്തോത്രം ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അത്രയും ഹല്ലേലൂയ പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ ആ കൂട്ടത്തിലൊക്കെ ഉണ്ടായതായിരിക്കും. യേശു എങ്ങനെ എന്താ ചെയ്യുന്നതൊക്കെ കാണാനും അറിയാനും ഒക്കെ ഉള്ള ആൾക്കാർ. സ്തോത്രം ഹല്ലേലൂയ. നമുക്കറിയാലോ, യേശുവിന്റെ കൂടെ ഒരുപാട് പുരുഷാരം ഉണ്ടായിരുന്നു. ആ പുരുഷാരം എല്ലാവരും സൗഖ്യം പ്രാപിക്കാനോ യേശുവിന്റെ വായിൽ നിന്ന് വീഴുന്നത് കേൾക്കാനോ വന്നതല്ല. സ്തോത്രം ഹല്ലേലൂയ. അവനെ ഹല്ലേലൂയ എന്തെങ്കിലും ഹല്ലേലൂയ ന്യായപ്രമാണ വിരുദ്ധമായി ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ, സ്തോത്രം, കുറ്റം വിധിക്കാനും പരിഹസിക്കാനും അതിലൊക്കെ ആയിട്ട് വന്ന ആൾക്കാരും എല്ലാം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. അവരെന്ത് ചെയ്തു? മാറി യേശുവിന്റെ ഒരു കുറ്റം കണ്ടിട്ട് അതിനെ കുറ്റം പറയാനായിട്ട് കാത്തു നിൽക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ അവൻ പറയും, എന്ത് ചെയ്യുന്നു? അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ, യേശുവിനെ കുറിച്ചാണ് പറയുന്നത്, അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ എന്ത് ചെയ്തിരിക്കുന്നു? പാർക്കാൻ പോയേക്കുന്നു എന്ന് പറഞ്ഞു യേശുവിനെ കുറിച്ച് പറയാനിടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സക്കായി പറയുന്ന ഒരു കാര്യമുണ്ട്. സക്കായിയോ കർത്താവിനോട്, കർത്താവ്, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. യേശു തന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകുവാനിടയായി തീർന്നു. തന്റെ ചിന്തകൾക്ക് ഒരു മാറ്റം ഉണ്ടാകുവാനിടയായി തീർന്നു. തന്റെ പ്രവർത്തനത്തിന് ഒരു മാറ്റം ഉണ്ടാകുവാനിടയായി തീർന്നു. അതുവരെയും, സ്തോത്രം, ടാക്സ് കളക്ട് ചെയ്ത് ഹല്ലേലൂയ ധനികനാകുവാൻ ശ്രമിച്ച ആള്, സ്തോത്രം ഹല്ലേലൂയ, എന്ത് ചെയ്തു? തന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ്, ഒരു തിരിഞ്ഞു നോട്ടം, താൻ ചെയ്ത പ്രവർത്തികൾ തെറ്റാണെന്ന് മനസ്സിലാക്കി ആ പശ്ചാത്താപത്താൽ, സ്തോത്രം, താൻ ദൈവത്തിന്റെ സന്നിധി പറയുകയാണ്. സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ എന്ത് ചെയ്യാം? എന്റെ വസ്തുവകയിൽ ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് എന്ത് ചെയ്യാം? മടക്കി കൊടുക്കാം. സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ. ദീർഘവർഷങ്ങളായി ഹല്ലേലൂയ പ്രമാണിയായിരുന്നവൻ, ചുങ്കക്കാരുടെ പ്രമാണിയായിരുന്നവൻ, ടാക്സ് കളക്ടേഴ്സിന്റെ ഹെഡ് ആയിരുന്ന വ്യക്തി, സ്തോത്രം, ഒരുപാട് സമ്പാദിച്ചു. ദീർഘവർഷങ്ങൾ അനേകരുടെ ശാപവാക്കുകൾ കേട്ട്, അനേകരുടെ ഹല്ലേലൂയ കേഴ്സ് കേട്ട് ഹല്ലേലൂയ, സ്തോത്രം, നിന്ന വ്യക്തി, സ്തോത്രം, തന്റെ ജീവിതത്തിൽ യേശു കടന്നു വന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുവാനിടയായി. സ്തോത്രം. ആ മാറ്റം അവന് പശ്ചാത്താപം ചെയ്യുവാൻ തന്നെ പ്രേരിപ്പിച്ചു. സ്തോത്രം ഹല്ലേലൂയ. അവൻ പറയുകയാണ്, ഞാൻ എന്റെ സമ്പത്തിന്റെ പാതി എന്ത് ചെയ്യാം? ദരിദ്രന്മാർക്ക് കൊടുക്കാം. പോരാഞ്ഞിട്ടോ, സ്തോത്രം ഹല്ലേലൂയ, ആരോടെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് എന്ത് ചെയ്യാം? സ്തോത്രം, മടക്കി കൊടുക്കാം. സ്തോത്രം ഹല്ലേലൂയ. വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല, വാങ്ങിയത് മൊത്തം കൂടുതലും ചതിവായിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ, സ്തോത്രം ഹല്ലേലൂയ, അതൊക്കെ തിരിച്ചു കൊടുക്കാമെന്നുള്ള ഒരു മനസ്സിന്റെ ചേഞ്ച്, ഹല്ലേലൂയ, തന്റെ ജീവിതത്തിന്റെ രൂപാന്തരം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവദാസന്മാരെ, ദൈവജനമേ, ഹല്ലേലൂയ, സ്തോത്രം, യേശു കർത്താവ് യഥാർത്ഥമായി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വന്നാൽ, സ്തോത്രം, നമ്മുടെ പാപ സ്വഭാവങ്ങളെ ഉപേക്ഷിച്ച് നാം ദൈവത്തിന്റെ സന്നിധിയോട് അടുക്കുവാൻ ഇടയായി തീരും. സ്തോത്രം. ഒരു മാനസാന്തരം, യഥാർത്ഥമായിരിക്കുന്ന ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് സക്കായി വന്നതുപോലെ ഇന്ന് രാത്രികാലം, ഹല്ലേലൂയ, സ്തോത്രം, നമുക്കും ഹല്ലേലൂയ യഥാർത്ഥമായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, ദൈവിക അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് നമ്മെ ഇന്ന് രാത്രികാലം സഹായിക്കുമാറാകട്ടെ. സ്തോത്രം ഹല്ലേലൂയ. അവർ പറയുകയാണ്, ഞാൻ എന്റെ സമ്പാദ്യത്തില് പാതി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് 10 മടങ്ങ്, 4 മടങ്ങായി ചെയ്തു മടക്കി കൊടുക്കാമെന്ന്. സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ യേശു പറയുന്നു, യേശു അവരോട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് ഇവനും ഈ അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. ആരുടെ വീട്ടിന്? സക്കായുടെ വീട്ടിന്. എങ്ങനെ അബ്രഹാമിന്റെ മകനാകുന്നത്? സ്തോത്രം ഹല്ലേലൂയ. നമുക്ക്, സ്തോത്രം, സംഖ്യാപുസ്തകം 5-ാം അധ്യായം അതിന്റെ, സ്തോത്രം,
5-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്തോത്രം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയുക, ഒരു പുരുഷനോ സ്ത്രീയോ യഹോവയോട് ദ്രോഹിച്ച് മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള വല്ല പാപവും ചെയ്തിട്ട് കുറ്റക്കാരനായാൽ ചെയ്ത പാപം അവൻ ഏറ്റുപറയുകയും തങ്ങളുടെ അകൃത്യത്തിന് പ്രതിശാന്തിയായി മുതലും അതിന്റെ 5-ൽ 1 കൂട്ടി തങ്ങൾ അകൃത്യം ചെയ്തവന് പകരം കൊടുക്കണം. എന്നാൽ അകൃത്യത്തിന് പ്രതിശാന്തി വാങ്ങുവാൻ അവൻ ചാർച്ചക്കാരനല്ലെങ്കിൽ അകൃത്യത്തിനുള്ള പ്രതിശാന്തി യഹോവയ്ക്ക് കൊടുക്കുന്നത് പുരോഹിതന് ഇരിക്കുകയാണ്. സ്തോത്രം. നോക്കണമേ, അങ്ങനെ സ്തോത്രം എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. ഇവന് അബ്രഹാമിന്റെ പുത്രൻ എന്ന് പേര് ലഭിക്കത്തക്ക നിലയിൽ ന്യായപ്രമാണത്തിൽ പ്രതിശാന്തി വരുത്തുവാൻ ഇവിടെ നാം വായിച്ചതുപോലെ സ്തോത്രം എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മുതലും 5-ൽ 1 കൂട്ടി തങ്ങൾ എന്ത് ചെയ്യും? അകൃത്യം ചെയ്തതിന് പ്രതിശാന്തി വാങ്ങുവാൻ ഇടയാകും. സ്തോത്രം. അങ്ങനെ എന്ത് ചെയ്തു? സ്തോത്രം താന് ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് സ്തോത്രം ഹല്ലേലൂയ എന്ത് ചെയ്യും? അതിന് പ്രതിശാന്തി വരുത്തുവാൻ, അതിന് പരിഹാരം വരുത്തുവാൻ താൻ പരിശ്രമിച്ചത് കൊണ്ട് സ്തോത്രം ഹല്ലേലൂയ അവനെ കുറിച്ച് പറയുന്നു, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ. ആ തീരുമാനത്തിന്റെ പുറത്താണ് യേശു കർത്താവ് അവനെ കുറിച്ച് പറയുന്നത്. സ്തോത്രം, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് പറഞ്ഞു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ സ്തോത്രം ഞാൻ എന്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുവാൻ പോവുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വലിയ മാറ്റങ്ങളെ വരുത്തുവാൻ പ്രാപ്തനാണ്. ഹല്ലേലൂയ. യേശു സക്കായിയുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവന്റെ ജീവിതം ഹല്ലേലൂയ കഴിഞ്ഞ കാലങ്ങളിൽ പാപമംഗലമായ ജീവിതമായിരുന്നു. സ്തോത്രം. അതിൽ മറ്റുള്ളവരെ പിഴിഞ്ഞ് അതിൽ ധനം സമ്പാദിക്കുന്ന ഒരു മാനസിക അവസ്ഥയിലായിരുന്നു. സ്തോത്രം. എന്നാൽ ആ മാനസികമായ ചിന്താഗതിക്ക് യേശു തന്റെ ജീവിതത്തിൽ വന്നപ്പോൾ മാറ്റം ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. അതിൽ യഥാർത്ഥമായിരിക്കുന്ന ജീവിത രൂപാന്തരം യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ സംഭവിക്കുക തന്നെ ചെയ്യും. ഇന്ന് രാത്രികാല ഹല്ലേലൂയ നാം ആത്മീകരാണെന്ന് സ്തോത്രം അതിൽ സ്വയം അഭിമാനിച്ച് അതിൽ സ്വയം ഹല്ലേലൂയ പറഞ്ഞു നടക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ഹല്ലേലൂയ. യേശു കർത്താവ് യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിന്റെ ഹല്ലേലൂയ ഉള്ളറകളിൽ പരിവർത്തനം വരുത്തിയിട്ടുണ്ടോ എന്ന് ഹല്ലേലൂയ നമ്മുടെ പഴയ മനുഷ്യനെ, പഴയ സ്വഭാവത്തെ യേശു കർത്താവ് ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് നാം തള്ളിക്കളഞ്ഞിട്ടുണ്ടോ, അതോ ഇന്നും ആ പഴയ മനുഷ്യന്റെ സ്വഭാവമാണോ നാം പ്രകടിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. നമുക്ക് സ്വയമായി ശോധന ചെയ്യുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സക്കായി യേശുവിന്റെ വാക്ക് കേട്ട് അതിനനുസരിച്ചപ്പോൾ ഹല്ലേലൂയ അവന്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാകുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ ജീവിതത്തിന്റെ അവസ്ഥ ദൈവം മാറ്റിയപ്പോൾ ഹല്ലേലൂയ അവൻ അബ്രഹാമിന്റെ പുത്രൻ എന്നുള്ള സ്തോത്രം ആ സന്തതി ആ അവകാശത്തിലേക്ക് അവൻ ചേരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ കർത്താവ് നമ്മെ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ സ്ഥിതിയെ മാറ്റുന്നവനായ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ വിളി കേട്ട് ഇറങ്ങി വന്നവനായ സക്കായിയുടെ ജീവിതത്തിന്റെ സ്ഥിതിയെ മാറ്റിയവൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ ഭവനത്തിന്റെ ചുറ്റുവട്ടം പോലും അല്ലെങ്കിൽ സക്കായിയുടെ ഭവനത്തിന്റെ ചുറ്റുവട്ടം പോലും ആരും പോകാതിരുന്നപ്പോൾ സ്തോത്രം ഹല്ലേലൂയ ആരും ശപിക്കപ്പെട്ട ആരെങ്കിലും ആ ഭവനത്തിൽ ചെന്നാൽ അവർ ശപിക്കപ്പെട്ടവരായി, അതായത് ടാക്സ് കളക്ടേഴ്സിന്റെ ഭവനത്തിൽ ആരെങ്കിലും പോയാൽ അവർ ശപിക്കപ്പെട്ടവരായി കണ്ടിരുന്ന ഒരു സമൂഹത്തിന്റെ നടുവില് സ്തോത്രം ഹല്ലേലൂയ യേശു കർത്താവ് അവന്റെ ഭവനത്തിൽ പോയി അവനോടുകൂടെ പാർക്കുവാനും അവനോടുകൂടെ പന്തിയിൽ ഭോജനം കഴിപ്പാനൊക്കെ ദൈവമായ കർത്താവ് അവസരം ഒരുക്കി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്തോത്രം യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ സമൂഹത്തിൽ നിന്ദിക്കപ്പെട്ട അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. നാം മാന്യതരായി തീരും, ഉയർന്നവരായി തീരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. രാത്രികാലം പ്രിയ ദൈവമക്കളെ സ്തോത്രം ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്ഥിതി അവൻ മാറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കർത്താവിന്റെ വാക്കിന് നാം വില കൊടുത്ത് അതിനനുസരിപ്പാൻ തയ്യാറായ സ്തോത്രം ഹല്ലേലൂയ അവൻ നമ്മുടെ സ്ഥിതിയെ മാറ്റി നമ്മെ അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് രാത്രികാലം കർത്താവിന് മുമ്പാകെ അവന്റെ വിളിക്കായി കാതോർക്കാം. അവന്റെ അനുസരണം അവന്റെ വിളി കേട്ട് അനുസരണമുള്ളവരെ മുമ്പോട്ട് നീങ്ങുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും രാത്രികാലം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ന് രാത്രികാലം എനിക്ക് വചനം ശുശ്രൂഷിപ്പാൻ അവസരം നൽകി തന്ന കർത്താവിന്റെ ശാശ്വദാസന്മാരോടുള്ള ശേഷ തോമസ് ഞങ്ങളോടും കുടുംബത്തോടും ഇതിന്റെ സ്തോത്ര സെക്രട്ടറി അയക്കുന്ന പള്ളിമത്തായ പാസ്റ്ററുടെ കുടുംബത്തോടും സ്തോത്രം എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ എന്നെ ഓർക്കണമെന്ന് ഓർപ്പിക്കുന്നു. ശേഷം കർത്താവ് നമ്മെ തുടർന്നും ദൈവസ്നേഹത്തിൽ നിലനിൽപ്പാനും വേണ്ടി പ്രാർത്ഥിപ്പാനും കർത്താവ് ശക്തീകരിക്കട്ടെ. സ്തോത്രം. എന്റെ ഈ അസുഖത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. പരിപൂർണമായ ഒരു വിടുതൽ കർത്താവ് തന്ന ശുശ്രൂഷ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കേണ്ടത്. നിങ്ങളുടെ ഒരു പ്രാർത്ഥന ഒരിക്കൽ കൂടെ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവ് നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.
വളരെ ശക്തമായ ഒരു സന്ദേശം കേൾപ്പിച്ച പാസ്റ്റർ ജോജി മാത്യു അവരുടെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്ക് ശാരീരികമായ പല ബുദ്ധിമുട്ടുണ്ട്, ശ്വാസം മുട്ടലിന്റെ ബുദ്ധിമുട്ടിന് നടുവിലും കർത്താവ് ശക്തമായി കർത്താവ് ഉപയോഗിച്ച് ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സക്കായി തന്റെ ജീവിതത്തിൽ കർത്താവിനെ കാണണമെന്നുള്ള ഒരു ആഗ്രഹം തന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ തന്റെ ജീവിതത്തിലെ തന്റെ വ്യക്തിപരമായ തടസ്സങ്ങളെയോ സമൂഹത്തിൽ നിന്നുള്ള തടസ്സങ്ങളെയൊന്നും വകവയ്ക്കാതെ തന്റെ പേരിനെയോ തന്റെ സ്ഥാനത്തെയോ ഒന്നും ഓർക്കാതെ ഓടി കാട്ടത്തിടുമേൽ കയറി കർത്താവിനെ കാണുവാൻ ആഗ്രഹിച്ചു. തന്നെ കാണുവാൻ, കർത്താവ് തന്നെ കാണാതിരിക്കാൻ മനസ്സിൽ വിചാരിച്ചുവെങ്കിലും കർത്താവ് തന്നെ കണ്ടു, ഇറങ്ങി വരുവാൻ പറഞ്ഞു. എന്നാൽ ഓടി കർത്താവിനെ അനുസരിച്ച് തന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയും തന്റെ ജീവിതത്തിൽ വന്ന വലിയൊരു മാനസാന്തരത്തെ കാണുവാൻ കഴിയും. വളരെ ശക്തമായ രീതിയിൽ ദൈവദാസൻ അത് നമ്മളോട് സംസാരിക്കാനിടയായല്ലോ. തന്റെ ജീവിതത്തിൽ ചെയ്തതായ തെറ്റുകളെ ഏറ്റു പറഞ്ഞപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്നതായ തന്റെ പേരും പ്രശസ്തിയും എല്ലാം മാറി ഇതാ പുതിയൊരു പേര് വെളിപ്പെടുകയാണ്. ഇവനും അബ്രഹാമിന്റെ സന്തതി. ഒരു പുതിയ ജനനം സംഭവിക്കാനിടയായി സഖായുടെ ജീവിതത്തിൽ. ഇവനും അബ്രഹാമിന്റെ സന്തതി എന്നൊരു പേര് വെളിപ്പെടാനിടയായി. ഇന്നലെ വരെ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ എല്ലാ പാപത്തിന്റെ വിചാരങ്ങളും തനിക്കുണ്ടായിരുന്നതായ തന്നെ കുറിച്ചുണ്ടായ തെറ്റായ അഭിപ്രായങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞുകൊണ്ട് ദൈവം കർത്താവ് അവനെ പുനർജീവിപ്പിക്കുവാനിടയായി, പുതിയൊരു മകനാക്കി മാറ്റുവാനിടയായി. ഹല്ലേലൂയ. സങ്കീർത്തനോടൊപ്പം ചേർന്ന് തന്നെ ധ്യാനിക്കുവാൻ ദൈവദാസൻ ഇടയാക്കിയല്ലോ. തന്റെ തെറ്റുകൾ ഏറ്റു പറയുമ്പോൾ താൻ ഭാഗ്യ പദവി ലംഘനങ്ങൾ ക്ഷമിച്ച് അകൃത്യങ്ങൾ കണക്കിടാതെ ദൈവം ക്ഷമ കാണിക്കും, ദൈവം ക്ഷമ കൊടുക്കുന്ന മകനായി ആ സഖായിയെ കർത്താവ് മാറ്റുവാനിടയായല്ലോ. ദൈവദാസിനെ ഓർത്ത് സ്തുതിക്കാം. ഈ പ്രാരംഭിച്ച ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ കർത്താവിന്റെ വലിയ സന്നിധി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചു. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ പാടുവാന്, പ്രാർത്ഥിക്കുവാന്, ദൈവവചനം ധ്യാനിക്കുവാനും എല്ലാം നമുക്ക് സഹായിച്ചു. നമ്മുടെ ഇതിന്റെ ഫൗണ്ടർ തോമസ് ചെറിയാനങ്ങൾ, അതുപോലെ തന്നെ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, എല്ലാ ദൈവദാസന്മാരും ഇതിനോടൊപ്പം വളരെ ഭാഗവക്കാകാൻ കർത്താവ് സഹായിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം. ഹല്ലേലൂയ. ഇപ്പോൾ നാം പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പാസ്റ്റർ CS ജോൺകുട്ടി അവർ പ്രാർത്ഥിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഇപ്പോൾ പറഞ്ഞ ഈ വിഷയത്തെ ഓർത്തുകൊണ്ട് ഈ പ്രത്യേകിച്ച് നമ്മുടെ ദൈവദാസൻ ജോജി പാസ്റ്റർ അങ്കിൾ വളരെ നമ്മൾ കണ്ടല്ലോ, ശരീരത്തെ വളരെ ഭാരം അനുഭവിക്കുന്നു. അദ്ദേഹത്തിന് പൂർണ്ണ വിടുതൽ ഈ ദിവസങ്ങൾ ദൈവം കൊടുക്കണം. അതുപോലെ ഈ വചനം നമുക്ക് എല്ലാവരും ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിന് വേണ്ടി വീണ്ടും ഒരാഴ്ചക്കാലം നമുക്ക് ജീവിക്കുവാൻ, ആത്മീയ മന്ന ഭക്ഷിച്ച് നമ്മൾ ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ബലപ്പെടേണ്ടതിന് വേണ്ടി അതുപോലെ മിനിസ്ട്രിയുടെ പ്രവർത്തനത്തെ ഓർത്തുകൊണ്ട് ദേവദാസൻ പാസ്റ്റർ CS ജോൺകുട്ടി അവർ പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളുടെ മഹാദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മഹത്വമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇരുന്നു കൊണ്ട് ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇന്നത്തെ രണ്ടാമത്തെ സഭായോഗത്തിൽ പങ്കെടുക്കുവാൻ, ഞങ്ങൾക്ക് പരസ്പരം ഒന്നിച്ചു കാണുവാനും ദൈവസാന്നിധ്യം അനുഭവിച്ച് പരസ്പരം വേദനകളെ ചുമന്നുകൊണ്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുവാനും ഒക്കെയായി കർത്താവ് അവസരം നൽകി തന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗ് വളരെ മനോഹരമായി ലീഡ് ചെയ്ത ദാസന് വേണ്ടി സ്തോത്രം. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ആത്മീയ താല്പര്യങ്ങളെയും മാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷകളുടെ ഭാഗമായി തീരുകയും സാന്നിധ്യം അറിയിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുടെ മുഖത്തായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിന്റെ സമൃദ്ധി അയച്ച് വിടുവിച്ച് ആശീർവദിക്കുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനാരോഗ്യത്തിന്റെ അനുഭവങ്ങളെ വിശ്വാസത്താലും കൃപയാലും തോൽപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ കർത്തൃദാസൻ ജോജി മാത്യു പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. മതി, ഇനി വേണ്ട ആ രോഗം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കുമെന്ന് എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം നിമിത്തം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ കൽപ്പിക്കുന്നു, കർത്താവിന്റെ ദാസന്റെ ശരീരം ദൈവത്തിന് വസിക്കുവാനുള്ള മന്ദിരമാണ്. ആ മന്ദിരത്തെ ഇന്നത്തെ നിലയിൽ അനാരോഗ്യത്തിന്റെ അനുഭവത്തിലേക്ക് തള്ളിവിടുന്ന ശ്വാസമുട്ടൽ എന്ന ആ രോഗത്തിന്റെ തിന്മയെ
ആ രോഗത്തിന്റെ കാഠിന്യത്തെ, രോഗത്തിന്റെ അവസ്ഥയെ, മൂല കാരണങ്ങളെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ കൽപ്പിക്കുന്നു. ശരീരം വിട്ടു പുറത്തുപോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുത വിടുതൽ സംഭവിക്കുമാറാകട്ടെ. ശക്തിയോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അബ്രഹാമിയ വിശ്വാസമുള്ളവർ, അബ്രഹാമിന്റെ മക്കളെന്ന് ടാക്സ് കമ്മീഷണർക്ക് ബോധ്യം വന്നതുപോലെ അനേകരുടെ മധ്യത്തിൽ അനുഭവത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ ഇത് ഒരു കാരണമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തെ ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഡിസ്പ്ലേയിൽ തെളിഞ്ഞ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ദാസൻ ജോയ് ടി സാമുവലിന്റെ സഹധർമ്മിണി ലിസി ജോയ് ഡിസ്കിന് കംപ്ലൈന്റ് വന്ന നിമിത്തം നടുവിന് വേദനയാൽ ഭാരപ്പെടുന്നു. രണ്ടുപേരുടെ സഹായത്താൽ മാത്രമേ തനിക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നും തന്റെ മകന്റെ കുഞ്ഞു 1 വയസ്സുള്ള മകൻ പനി, ചുമ, കഫക്കെട്ട് എന്ന രോഗത്താൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു എന്നുള്ള ആ റിപ്പോർട്ട് കണ്ടു. യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുവാൻ അവിടുത്തെ കര നീട്ടുന്നതിനാലും പരിശുദ്ധദാസനെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനാലും സകല വീര്യപ്രവൃത്തികൾക്കുമായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ആയിരിക്കുന്ന ഇടത്ത് സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരമിറങ്ങുകയും അത്ഭുത വിടുതൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. എന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ വചനത്താൽ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. ആ കുഞ്ഞ് സൗഖ്യത്തോടെ ഡിസ്ചാർജ് ചെയ്യപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം നടക്കട്ടെ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിച്ച, ഞങ്ങളെ സഹായിച്ച, നല്ല ആരാധന ഒരുക്കി തന്ന, ആരാധന നയിച്ച ആ പൈതലിനെ, ദൈവദാസന്റെ കുടുംബത്തെയും ദൈവം ഉപയോഗിച്ചതിനാലും എല്ലാറ്റിനുമായി നന്ദി പറയുന്നു. നല്ല സങ്കീർത്തനാലോചന ഞങ്ങൾക്ക് തന്നു. എല്ലാറ്റിനുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാറ്റിന്മേലും അവിടുത്തെ മഹത്വം കൂടെ ഇരിക്കുമാറാകണമേ. തികച്ചും ഇതിന്റെ മുൻനിരയിൽ അധ്വാനിക്കുന്ന തോമശ്ശേരി സാറിനും മറ്റ് ഒഫീഷ്യൽസിനുമായി പ്രാർത്ഥിക്കുന്ന കർത്താവിന് സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ ഇതേ നേരം ഒന്നിച്ച് സംഗമിച്ച് കർത്താവിന്റെ മഹത്വം കരയേറ്റുവാൻ ഞങ്ങൾ ഒന്നിച്ച് പ്രാപ്തമാക്കുമാറാകണമേ. സർവകൃപാലുവായ കർത്താവിന്റെ തൃക്കരങ്ങളിലേക്ക് സകല വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പാ, സ്വർഗസ്ഥനായ നല്ല പിതാവേ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടനാണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി ശ്രേഷ്ഠ ദൈവദാസനെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമില് ഈ മീറ്റിംഗ് ഇത്രത്തോളം ലീഡ് ചെയ്യാൻ എളിവനെ ദൈവം സഹായിച്ചത് കർത്താവിനെ സ്തുതിക്കുന്നത് പോലെ അടിയന് അവസരം ഒരുക്കി തന്ന ട്രിനിറ്റി ഇന്റർനാഷണൽ മീറ്റിംഗിന്റെ ഭാരവാഹികളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾ എല്ലാവരോടും എന്റെ വ്യക്തിപരമായും എന്റെ കുടുംബത്തിന്റെ പേരിലുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് ഇതിന്റെ പല അറിയിപ്പുകൾ